മക്കളെ വെൽക്കം ടു സണ്ണി സാർ. അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 4 ഏറ്റവും വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കോംപ്ലക്സ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പബ്ലിക്കലി ഫ്രീ ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഞാൻ ഒരു കമന്റ് കാണിച്ചു തരാം. ഒരു കുട്ടി ഒരു കമന്റ് ഇട്ടായിരുന്നു കഴിഞ്ഞ പാർട്ട് 6 വീഡിയോയിൽ. ആ കമന്റ് ഒന്ന് തന്നെ നോക്കുക. സാറേ, മോൾ കൺസെപ്റ്റ് കുറച്ച് ടഫാണ്, പിന്നെ ഇക്വേഷൻസ് ടഫാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇടുന്ന കമന്റിന് നമ്മൾ തീർച്ചയായിട്ടും അതിന് വീഡിയോ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു എന്നാൽ പോലും നമ്മൾ നമ്മുടെ കൺസെപ്റ്റിലേക്ക് കിടക്കുക. അപ്പൊ ഈ വീഡിയോയുടെ ഹെഡിങ് കണ്ടിട്ട് മോള് കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് മാത്രം അറിയാൻ വേണ്ടി വന്നേക്കണ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടാവും. അവർക്ക് ഈ കഥകളൊന്നും അറിയണ്ട. അതായത് അവർക്ക് എന്താണ് അറ്റോമിക് മാസ് എന്നോ അല്ലെങ്കിൽ റിലേറ്റീവ് അറ്റോമിക് മാസ് എങ്ങനെ വന്നു അതൊന്നും അവർക്ക് അറിയണ്ട. അവർക്ക് അറിയേണ്ടത് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ, അതായത് എങ്ങനെ പെട്ടെന്ന് മോള് കാണാം, ആ ഒരു കാൽക്കുലേഷൻ. അതിന് വേണ്ടി വന്നേക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ആദ്യത്തെ ഒരു 2 മിനിറ്റ് സാർ സംസാരിക്കുന്നത്. അതായത് എങ്ങനെ മോള് കാണാം എന്നുള്ളത് ജസ്റ്റ് ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കുക, അങ്ങനെയുള്ളവർ മാത്രം. അല്ലാത്തവർ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് സാറിന്റെ ഒപ്പം ഈ വീഡിയോ മൊത്തം കണ്ടു കഴിയുമ്പോഴത്തേക്കും മോൾ കൺസെപ്റ്റിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ. ഓക്കെ, യെസ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് 36 ഗ്രാം H2O വാട്ടർ തന്നിട്ട് അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി മോൾസ് ഓഫ് H2O. ഇതിനകത്ത് എത്ര H2O മോൾസ് ഉണ്ടെന്ന് കണ്ടെത്തണം. ബി, ഹൗ മെനി പാർട്ടിക്കിൾസ് ഓഫ് H2O. എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്ന് കണ്ടെത്തണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അമ്മ ഓക്കെ, അവർക്കൊരു മകള്, സാറിനൊരു മോളാണ്, അതുപോലെ ഒരു മോള്, ഒരു പപ്പ, വീശേക്കോട്ടെ. ഓക്കെ ഓക്കെ, പപ്പ. ഇത് ഓർത്തിരിക്കാൻ പറ്റും. ഇത് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പരിപാടിയായി. ഈ മദറിനെ നമ്മള് എന്താണ് മാ, ഇത് മോൾ, ഇത് പപ്പ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടാ. ഇവിടെ നിന്ന് സാർ ഈ തലേന്ന് ഈ തലയിലേക്കും ഈ തലേന്ന് ഈ തലയിലേക്കും ഇങ്ങനെ ആരോ കൊടുക്കും. ഓക്കെ, ഇനി ഇവർ ഷോർട്ട് ആക്കിയിട്ട് ഒരു തല മാത്രം സാർ വരയ്ക്കണം കേട്ടോ. ഇതാണ് തല, മാ. ഓക്കെ, ഇത് അടുത്ത തല, മോൾ. ഇത് അടുത്ത തല, പപ്പ. സാറ് എന്നിട്ടാണ് സാറേ പറയാൻ സൂപ്പറാണ്, കണ്ടോ? എന്താണ് മാ, മോള്, പപ്പ. ഓക്കെ, താഴെ പോയി എടുക്കല്ലേ. എന്താ ആ, അപ്പോ ഇതെല്ലാവർക്കും ഒന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. യെസ്. ഇനി മായ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ മാ എന്നല്ല വിളിക്കണ, മോം എന്നാ വിളിക്കണം. അപ്പൊ നിങ്ങൾ മോം എന്ന് ഇവിടെ എഴുതിക്കോട്ടെ. മോം ചെറുതാക്കിയിട്ട് താഴെ മതി. ഓക്കെ, ഇനി ഈ കുട്ടിയുടെ പപ്പയ്ക്ക് ഒരു കാറുണ്ട്, ജാംബോന്റെ അടുത്തുള്ളൊരു പഴയ കാറാണ്. അതിനൊരു നമ്പർ ഉണ്ട്. ആ നമ്പറിന്റെ പൊന്നു വായിക്കാൻ പറ്റില്ല. ആ നമ്പറാണ് ഞങ്ങൾ എഴുതുന്നത്. കാറിന്റെ നമ്പർ ഇട്ടാണ് 6.022 × 10⁻23. അതിനെ താഴെ എഴുതി 6.022 × 10⁻23. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഹരിക്കുന്ന ചിഹ്നം ഇടും. ഓക്കെ, അപ്പൊ ഞാനിവിടെ മൾട്ടിപ്ലിക്കേഷന്റെ ചിഹ്നം, മനസ്സിലായോ? ഇവിടെ ഒരു ഡിവിഷന്റെ ചിഹ്നോട്ട്, ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ ചിഹ്നോട്ട്. ഈ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ചെയ്യും. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ എന്താണ് ഡിവിഷൻ. ഓക്കെ, യെസ്. മക്കളെ, മാ എന്ന് ഉദ്ദേശിക്കുന്നത് മാസ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മാസ് തന്നിട്ടുണ്ടാവും. ഇവിടെ ക്വസ്റ്റ്യനിൽ 36 ഗ്രാം ആണ് എന്ത് തന്നിട്ടുള്ളത്, മാസ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് മോം എന്ന് ഉദ്ദേശിക്കുന്നത്? മോം എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ്. ഓക്കെ, ക്ലിയർ? അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മാ എന്താ തന്നേക്കുന്നത്? 36 ഗ്രാം. ഓക്കെ, 36 ഗ്രാം. ക്ലിയർ? മോളിക്കുലാർ മാസ് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. അതിനൊരു ഫോർമുല തന്നിട്ടുണ്ട്, H2O. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? H2O എന്നിങ്ങനെ എഴുതിയിട്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. ഓക്കെ, പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജൻ. ഈസ് ഈക്വൽ ടു 2 × ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ എത്രയാണെന്ന് അറിയോ മാസ്? ഹൈഡ്രജന്റെ മാസ് 1 ഗ്രാം ആണ്. ഹൈഡ്രജൻ 1 ഗ്രാം. അപ്പൊ 1 ഗ്രാം പ്ലസ് 1 × ഓക്സിജൻ 16 ഗ്രാം.
അപ്പൊ 2 × 1 ഗ്രാം 2 ഗ്രാം പ്ലസ് 1 × 16 ഗ്രാം 16 ഗ്രാം. ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. 18 ഗ്രാം. അപ്പൊ ഒരു മോളിക്കൂള് H2O മോളിക്കുലാർ മാസ് എത്രയാണ്? 18 ഗ്രാം. അപ്പൊ 36 ഗ്രാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 18 ഗ്രാം നിങ്ങൾ കണ്ടുപിടിച്ചു. ഇത് ഇത് മോ. കിട്ടിയല്ലോ? അത് മനസ്സിൽ വെക്കാം കേട്ടോ. സാർ മാറ്റിയാണ്, അത് മനസ്സിൽ വെക്കാം. ഓക്കെ. അപ്പൊ എനിക്ക് മോളെ കണ്ടുപിടിക്കണം. മോളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മായിൽ നിന്നും മോളിലേക്ക് പോകണം. ഉണ്ടാ ഇവിടുന്ന് ഇങ്ങനെ ചേർത്ത്. അപ്പൊ മോളെത്തി. അപ്പൊ പോകുന്ന വഴിക്ക് നിങ്ങൾ മോമിനെ കാണും. ഹായ് മോം. അപ്പൊ മോമ് പറയും ഡിവൈഡ് എന്നെ വെച്ചിട്ട് ഡിവൈഡ് അല്ല. അപ്പൊ എന്ത് കിട്ടും? മോളെ കിട്ടും. ഓക്കെ. മാ എത്രയാണ്? 36. ഡിവൈഡ് ചെയ്യാം. മോം പറയണം ഡിവൈഡ് ചെയ്തു. അപ്പൊ മോളെ കാണിച്ചു. ഡിവൈഡ് ചെയ്തു. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? എന്നെ വെച്ച്. മോം എന്താണ് കണ്ടുപിടിച്ച് വെച്ചതായിരുന്നു? 18 ഗ്രാം. എടാ ഗ്രാം കിട്ടി. 36 ഡിവൈഡ് ബൈ 18 2 മോൾ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയടാ. ആൻസർ എത്രയാണ്? 2 മോൾ. 2 മോൾ. എടാ ഗ്രീൻ തെളിയൊന്നും എനിക്കറിയില്ല, നോക്ക് കേട്ടാ. 2 മോൾ കേട്ടാ. 2 മോൾ ബ്ലൂ കൊണ്ട്. ഓക്കെ. അപ്പൊ മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മാ എത്രയാണ്? മാ തന്നെ 36 ഗ്രാം ആണ്. എന്നിട്ട് ഏത് വഴി ഇവിടെ പോകണം? മുകളിൽ കൂടെ ചാടി മുകളിലെത്തണം. മോളാണ് ചോദിച്ചേക്കണം. ഹൗ മെനി മോൾസ്? അപ്പൊ മുകളിലേക്ക് പോകുമ്പോ മുകളിലേക്ക് തന്നെ പോണാണ്. മുകളിലേക്ക് പോയാൽ മുകളിലേക്ക് പോകുമ്പോൾ വഴിയിൽ ആരെ കാണാം? മോമിനെ കാണാം. അപ്പൊ മോമ് നിങ്ങളോട് പറയണ ഡിവൈഡ്. അപ്പൊ എന്താണ് മോം? എന്താണ് ഈ H2O എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജൻ 1 ഗ്രാം. 2 ഹൈഡ്രജൻ 2 ഗ്രാം. ഓക്സിജൻ 16 ഗ്രാം. അപ്പൊ 2 + 16 18 ഗ്രാം. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോ മോൾ എത്തി. ഇനി പാ എന്താണ്? പപ്പ അല്ല, പാർട്ടിക്കിൾസ്. എന്താണ് പാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർട്ടിക്കിൾസ്. എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ്. ഓക്കെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പാർട്ടിക്കിൾസ് ഓഫ് H2O? ഇതിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ വീണ്ടും മോള് കണ്ടുപിടിച്ചു. മോളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പപ്പയുടെ അടുത്തേക്ക് പോകണം. ഓക്കെ. പപ്പയുടെ അടുത്തേക്ക് പോകും. ഓക്കെ. പപ്പയുടെ വണ്ടി അവിടെ റോഡിൽ കിടപ്പുണ്ട്, കാറ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ കാറുമ്പോ ഒരു നമ്പർ എന്താ? 6.02 × 10⁻23. പപ്പ വാ കേറിക്കോ, മൾട്ടിപ്ലൈ. നിങ്ങളുടെ കയ്യിൽ എത്ര? 2 മോൾ ഉണ്ട്. പപ്പ 2 മോള് മൾട്ടിപ്ലൈ ഇടാ. ഈ കാറിന്റെ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ സിമ്പിൾ. അപ്പോ ഈ 2 മോളിനെ ഈ കാറിന്റെ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താല് ഹൗ മെനി പാർട്ടിക്കിൾസ് ആയി? ഇപ്പൊ 2 മോളാണല്ലോ ഉള്ളത്. ഇൻറ്റു 6.022 × 10⁻23. കിട്ടിയല്ലോ. അപ്പോ വെയിറ്റ് തന്നിരുന്നാൽ മോളിലേക്കും, മോൾ തന്നിരുന്നാൽ അതിനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിലേക്ക് മാറ്റാൻ നമ്മളിപ്പോ പഠിച്ചു. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര വലിയ പ്രോബ്ലം, ഇനി ലിറ്ററേസിന്റെ കണക്കൊക്കെ വഴിയെ വരുന്നുണ്ട്. അപ്പോ ഇതിനു വേണ്ടി മാത്രം വന്ന് എനിക്ക് എല്ലാ വീഡിയോ കാണാൻ സമയമില്ല, ഞാൻ ഓടിച്ചു കാണാം. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തൃപ്തിയായെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോ, പോയിക്കോ. ഓക്കെ. അല്ലാത്തവരുണ്ടെങ്കിൽ സാറേ എനിക്ക് ഡീപ്പായിട്ട് അറിയണം, എന്താണ് ഇതെന്നൊക്കെ അറിയണം. കാരണം സാറിന്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഡീപ്പായിട്ടാണ് സാർ എടുത്തേക്കണം. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? എക്സാമിന് എവിടെ നിന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റും. അല്ലാതെ ചുമ്മാ ട്രിക്ക് മാത്രം പഠിച്ചു പോയി പരീക്ഷ എഴുതാനാണെങ്കിൽ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡിം. ഓക്കെ. അപ്പൊ നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ കെമിസ്ട്രി ഇസ് എ സെന്റർ ഓഫ് സയൻസ്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? എന്താണ് ആ ടേമിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഡീപ്പ് നോളജ് നമുക്ക്. അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണും. അല്ലാത്തവർ ഇതുകൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടുക, മുഴുവൻ കാണുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടും. അതായത് തിരിച്ചതിന്റെ കൺവേർഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് ഈ സെക്ഷൻ വീണ്ടും വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. യെസ്. അപ്പൊ മക്കളെ സാറിന് മാറ്റില്ല. ഇതേ കുറച്ച് സൈഡ് അതിരുന്നുണ്ട് ഭയങ്കരമായിട്ട് അങ്ങനെ എന്ത് ഇതായിപ്പോയി. ഓക്കെ. അപ്പൊ മക്കളെ നമ്മളിപ്പോ മോളൊന്നും അറിയില്ലാത്ത ഒരു കുട്ടിയാണ്. ഒരു കുട്ടി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആദ്യമായിട്ടാണ് മോള് കേൾക്കുന്നത്. പക്ഷെ സാറിന്റെ മുന്നത്തെ ക്ലാസ്സിൽ സാറ് എന്തെടുത്തിട്ട് അവകാഡോ സംഖ്യക്ക് എടുത്ത സമയത്ത് അവകാഡോ സംഖ്യയിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മോൾ എന്താണെന്ന്, അതിന്റെ ഡെപ്ത് എന്താണെന്നൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോന്റെ ലിങ്ക് താഴെ വന്ന് അതൊക്കെ പോയി കണ്ടതിന് ശേഷം അത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ്. അതറിയാവുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന ലെവലാണ് സാർ എടുക്കണേട്ടോ. അപ്പൊ ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് മറ്റു വീഡിയോ. ഓക്കെ. എന്നിരുന്നാലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടിക്കും കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ. അപ്പോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം, ഒരു ലോകം
ഈ ലോകത്ത് കിലോഗ്രാം നമ്മൾ വെയിറ്റ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കിലോഗ്രാമാണ്. ആ സംഭവം ഇല്ല, കിലോഗ്രാം ഇല്ല. വെയിറ്റിംഗ് മെഷീൻ ഇല്ല. നിങ്ങൾ ഒരു ബിരിയാണി കട നടത്തുന്നു, അവിടെ വെയിറ്റിംഗ് മെഷീൻ ഇല്ല. നിങ്ങൾ എങ്ങനെ ബിരിയാണി കൊടുക്കും? ഇതാണ് ചോദ്യം. ഒരാൾ വന്നിട്ട് ചേട്ടാ ഒരു ഫുൾ ബിരിയാണി, ചേട്ടാ ഒരു ഹാഫ് ബിരിയാണി. നിങ്ങൾ ബിരിയാണി കടയിൽ പോകണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചു. അപ്പോൾ ഒരാൾ വന്നിട്ട് ചേട്ടാ ഒരു ബിരിയാണി ആണല്ലോ. അപ്പോൾ മറ്റേ എന്ത് ബിരിയാണി, എന്താണ് ഹാഫാണ് ഫുള്ളാണ്? ഒരു ഒരു ഫുള്ള് ബിരിയാണി എത്രയാണ് ചേട്ടാ? 150 രൂപ. ഓക്കെ, ഫുള്ള് ഒരു ഫുള്ള്. അപ്പൊ അവിടുത്തെ ആൾ വന്നിട്ട് വേഗം വന്നിട്ട് ഇത്ര ഒരു പാത്രം എടുക്കും. ഓക്കെ ഓക്കെ, എന്നിട്ട് അയാളുടെ കയ്യിൽ ഇത്ര ഉള്ള ഒരു കയ്യിലുണ്ടാവും. ഓക്കെ, ബിരിയാണി ഉണ്ടാവും, റൈസ് 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 കയ്യിനകത്തേക്ക് മുക്കും. നിങ്ങൾക്കറിയാം ഒരു കയ്യിലെടുത്ത് എന്താ പറയുക ഗ്രാം ഉണ്ടാവും? 250 ഗ്രാം ഒരു കയ്യിലെടുത്ത്. ഏകദേശം ഒരു കയ്യിലിന്റെ എന്താണ് അത്ര ഞങ്ങൾ എടുത്തിട്ട് ചിലപ്പോൾ മുക്കാൽ ഭാഗം എടുത്തിട്ട് ഈ പറഞ്ഞ ചെറിയ പാത്രത്തിലേക്ക് ഇതിങ്ങനെ ഇടും, ഇതിങ്ങനെ ഇടും. ഓക്കെ, എന്നിട്ട് ഇനി ചിക്കന്റെ പാത്രം എടുക്കും. ചിക്കന്റെ പാത്രത്തിൽ കോഴിക്കാല ഒരെണ്ണം എടുത്ത് ഒരു ചെറിയ കഷ്ണം എടുത്ത് ഒരു ചെറിയ പീസും കൂടി എടുത്ത് ഇച്ചിരി ഗ്രേവി ഇട്ടിട്ട് 3 കഷ്ണം 1 2 3 ഇതിനകത്തേക്ക് ഇടും. ടിങ് ടിങ് ടിങ്. ഓക്കെ, എന്നിട്ട് അയാൾ വീണ്ടും ഇതിനകത്ത് കുത്തിയിട്ട് ഒരു കയ്യിലും കൂടി ഇടും. അപ്പൊ ആദ്യം ഏകദേശം 250 ഗ്രാം അവിടെ കയറി ഉണ്ടാവും, ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. ഇതും കൂടി കുത്തി വിടാൻ അങ്ങനെ നിറയ്ക്കും. അപ്പൊ 250. അപ്പൊ അയാളുടെ മനസ്സിലുണ്ട് ഏകദേശം ഒരു അര കിലോ റൈസും 3 ചിക്കൻ പീസസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബിരിയാണി ആയി. അപ്പൊ അവിടെ ഇരിക്കുന്ന പാത്രം എടുത്തിട്ട് ഒറ്റ കമത്ത്, എന്നിട്ട് അച്ചാറും ഇട്ട് ഒരു പീസ് അച്ചാറും ഇട്ട് കച്ചമ്പ് എടുത്തിട്ട് എന്താ പറയാ തരും. അല്ല പാഴ്സൽ ചെയ്യാനാണെങ്കിൽ പേപ്പറിലേക്ക് വെച്ച് ഒറ്റ കമത്തിട്ട് കിടക്കിട്ട് ഒറ്റ കൂട്ടിലാണ്. അപ്പൊ അതിലൊരു 150 രൂപ കൊടുത്ത് നിങ്ങൾ ഹാപ്പി ആയാലും ഹാപ്പി. ഓക്കെ, ഇവിടെ അയാള് വെയിറ്റ് അതായത് തൂക്കി അളന്ന് നേരില്ല, അത്ര തിരക്കണേ. അപ്പൊ ഹാഫ് ബിരിയാണി ചെല്ലരുന്ന് ചേട്ടാ, ഹാഫ് ബിരിയാണി എത്രയാണ്? 100 രൂപ. അപ്പൊ ഹാഫ് ബിരിയാണിയുടെ ഇത്രയും വലിപ്പം ഉണ്ടാവില്ല, ഇതിനേക്കാൾ ചെറിയൊരു പാത്രം, കുഞ്ഞു പാത്രം. അപ്പൊ അതിനകത്തേക്ക് എങ്ങനെ പറയും? ഹാഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇവിടെ 500, ഇത് മൊത്തം 500 ഗ്രാം ആണെങ്കിൽ ഹാഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ 250 ഗ്രാം അല്ലേ? പക്ഷേ ഏകദേശം ഒരു 275-300 ഗ്രാമിന്റെ അടുത്ത് കിട്ടും നമുക്ക്. അതെങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം വെക്കുന്നതില്ലേ, നേരത്തെ നമ്മൾ ഒരു കയ്യിൽ ഫുള്ള് വെച്ചല്ലോ, അതിന്റെ ഏകദേശം ഒരു പകുതിയോളം വെക്കും. അതായത് ഈ കയ്യിലിന്റെ പകുതി ബിരിയാണി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടു. അപ്പൊ ഏകദേശം ഒരു 125 ഗ്രാം കാണും. ഓക്കെ, എന്നിട്ട് 3 പീസ് വെക്കൂല, 2 പീസ് വെച്ചു. ഓക്കെ, എന്നിട്ട് ബാക്കി ഇവിടെ എന്താണ് റൈസ് ആണ്. ഏകദേശം ഒരു 300 ഗ്രാമിന്റെ അടുത്ത് ബിരിയാണി കിട്ടുന്നതാണ് എന്റെ ഒരു ധാരണ. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞത്, കറക്റ്റ് 300 ഗ്രാം അല്ലതാണ് തല്ലുപിടിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ ഈ ഒരു പാത്രം കണ്ടോ നിങ്ങൾ, അതൊന്നും ശ്രദ്ധിക്കേണ്ടത്. ഈ പാത്രം എന്ന് പറയുന്നത് റെഫറൻസ് ആണ്. പാത്രം എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ദിസ് ഇസ് റെഫറൻസ്. അപ്പൊ പാത്രം ഇല്ലെങ്കിൽ അത് നടക്കാമല്ലോ. പാത്രം എടുത്തിട്ട് ഞാൻ ആ ബിരിയാണി കഴിച്ചിട്ട് ആ പാത്രം എടുത്തിട്ട് മാറ്റി വെച്ചു. അപ്പൊ ആ ചേട്ടൻ ബിരിയാണി വേണം. ചേട്ടൻ അയ്യോ എങ്ങനെ കൊടുക്കും? പാത്രം നമ്മുടെ ചേട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ പുള്ളി പിന്നെ 2 കയ്യിൽ എടുക്കാം, 2 കയ്യിൽ 500 കിട്ടും. ചിക്കൻ്റെ എണ്ണം 3 കിട്ടും, അത് പുള്ളിക്ക് എണ്ണി കൊടുക്കാം. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എണ്ണി കൊടുക്കും, ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് അളക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ തൂക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിക്കുക. അതായത് നിങ്ങളിപ്പോ സാറിന്റെ ഒക്കെ ചെറുപ്പ കാലത്ത് കടയിൽ പഞ്ചസാര വാങ്ങാൻ 1 കിലോ പഞ്ചസാര തൂക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രാസുണ്ട്, ഇതുപോലത്തെ ഒരു ത്രാസുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ചില കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. ഇത് ത്രാസാണ്. ഇതിനകത്തേക്ക് ആ ചേട്ടൻ ഒരു കട്ട എടുത്ത് വെക്കും, അതിനകത്ത് 1 കിലോ എന്ന് എഴുതിയുണ്ടാവും. എന്നിട്ട് ഈ സാധനം വെച്ചിട്ട് പഞ്ചസാര ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പഞ്ചസാര ഇങ്ങനെ ഇടുമ്പോ 1 കിലോ അങ്ങടെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇടും, ചിലപ്പോ കൂടിപ്പോവും. പക്ഷെ കൈ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര അങ്ങോട്ട് മാറ്റും, നല്ല വിലയാണ്, കിട്ടി അങ്ങോട്ട് തരും. എന്ത് സാധനം അങ്ങനെയാണ്. ഇന്നിപ്പോ അതൊക്കെ മാറി. ഇന്ന് ഇങ്ങനെ ഒരു മെഷീനാണ്, അതിനകത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ എഴുതാൻ നമുക്കും കാണാം അയാൾക്കും കാണാം. കറക്റ്റ് എന്താണ് 1 കിലോ വന്നു കഴിയുമ്പോ അയാളെ മാറ്റും. ഇന്ന് വളരെ എളുപ്പം. പക്ഷെ പണ്ട് അങ്ങനെയല്ല മക്കളെ. പണ്ട് പഞ്ചസാര ഇവിടെ വെക്കും, പകരം റെഫറൻസ് ആയിട്ട് ഒരു കട്ടി ഉണ്ട്, ആ കട്ടി വെക്കും. മനസ്സിലാവുന്നുണ്ടോ? മീനൊക്കെ അങ്ങനെയാണ് കുട്ടികൾ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ റെഫറൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ മക്കളെ? നമുക്ക് എന്തെങ്കിലുമൊക്കെ മെഷർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ വെച്ചിട്ട് വേണം മെഷർ ചെയ്യാൻ. അപ്പൊ ഞാൻ പറയണേ ഇങ്ങനെ ഒരു 1 കിലോത്തിന്റെ ഒരു കട്ടി, ആ കട്ടി ആ ചന്തയിൽ ഇല്ല. ചില സമയത്ത് ഞങ്ങൾ കടയിൽ ചെല്ലുമ്പോ 1 കിലോ ഒരു 25 ഗ്രാമിന് ഒരാഴ്ച എന്തെങ്കിലും സാധനം കൂട്ടി കെട്ടിയിട്ട് ഒരു കടലാസിന്റെ ഒരു സാധനം വെക്കണം. അത് 25 ഗ്രാം ഉണ്ടെന്ന് പുള്ളിക്കറിയാം.
നമ്മള് തല്ലുടിക്കാനൊന്നും പോവില്ല, അത് സാധനം വാങ്ങിച്ചിട്ട് വരും. അപ്പോ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എന്ത് സാധനത്തിനെ റെഫറൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു മത്തങ്ങയെന്ന് വിചാരിക്കും, പംകിൻ. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു പംകിനാണ്. സാറ് കൂടി പംകിൻ വരയ്ക്കാൻ. ഓക്കെ, പംകിൻ സമയമുള്ളവർ മാത്രമേ വീഡിയോ കണ്ടാലേട്ടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. ഓക്കെ, യെസ്. അപ്പൊ നോക്കിയേ, പംകിൻ. പംകിൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഒരു പംകിൻ നിങ്ങളുടെ കയ്യിലുണ്ട്, അതായത് മത്തങ്ങ. ഓക്കെ, ഈ മത്തങ്ങയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 12 കിലോ. എത്രയാണ്? 12 കിലോ മത്തങ്ങ. ഓക്കെ, ശരി. നിങ്ങൾ ഇതിനെ കറക്റ്റ് ആയിട്ട് 4 അപ്പൊ എന്റെ ചോദ്യം, ഒരു പീസ് എത്ര കിലോ ഉണ്ടാവും? 4 കിലോ. 4 കിലോ, 4 കിലോ, 4 കിലോ. ശരിയാ? അല്ല, 16 കിലോ കിട്ടണം. 3 കിലോ ആണ് വരാം. 3 കിലോ, 3, 4, 12. 3 കിലോ, 3 കിലോ. ഓക്കെ, ഞാൻ ഇതിനെ വീണ്ടും 3 പീസ് ആക്കി. കറക്റ്റ് 1 2 3 1 2 3 1 2 3 1 2 3. അപ്പൊ എത്ര പീസാന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 9 10 11 12. മക്കളെ 12 പീസാക്കി. 12 പീസ് കറക്റ്റ് ആണ്ടാ. അതിൽ നിന്ന് ഒരു പീസ് എടുത്തു, ഒരു ചെറിയ പീസ് എടുത്തു. ഇത് എത്ര കിലോ ഉണ്ടാവുന്ന എന്റെ ചോദ്യം. സിമ്പിൾ, 1 കിലോ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ പമ്പിനിടെ എന്റെ കട്ട് ചെയ്യുന്നില്ല, പക്ഷെ എന്റെ ത്രാസ് ഉണ്ട്, ഒരു ത്രാസ് ഉണ്ട് എന്റെ കയ്യിൽ, കണ്ടോ? അപ്പൊ നിങ്ങൾ വന്നിട്ട് ചേട്ടാ 1 കിലോ പഞ്ചസാര ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിൽ നിന്നൊരു പീസ് എടുത്ത് ഇവിടെ വെക്കും. എന്റെ പഞ്ചസാര ഇവിടെ ഇടും. അപ്പൊ ഇത് 1 കിലോ ഉണ്ടല്ലോ. അപ്പൊ പഞ്ചസാര ഇവിടെ വരുമ്പോ എത്ര ഉണ്ടാവും? അത് 1 കിലോ ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് തരും. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചേ 5 കിലോ പഞ്ചസാര. അപ്പൊ ഞാൻ സിമ്പിൾ, ഞാൻ ഇതേപോലത്തെ 5 1 2 3 4 5 5 വെക്കാം. 5 പീസ് വെക്കാം ഇപ്പുറത്ത്. നിങ്ങൾ ഈ ഗുരുവായൂരാണെന്ന് എനിക്കറിയില്ല, ഏതൊരു അമ്പലത്തില് ഒരു സ്ഥലത്ത് നമ്മളിരിക്കും, അപ്പുറത്ത് എന്താണ് പഴം വയ്ക്കും. അപ്പൊ നമ്മുടെ വെയിറ്റിന് ഈക്വലായിട്ട് പഴം വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പഴം അവിടെ കൊടുക്കാം. നമ്മുടെ വെയിറ്റിന് തുലാഭാരം എന്താണ് അതിന് പറയണം. അപ്പോ ഇവിടെ റെഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ പീസാണ് പറഞ്ഞത്, 1 കിലോ. ഈ മത്തങ്ങയല്ല, ഈ ചെറിയൊരു പീസ്. അപ്പൊ മത്തങ്ങയുടെ എത്ര ഭാഗമാണിത്? മത്തങ്ങയെ 12 തുല്യ കഷ്ണങ്ങളാക്കിയിട്ട് അതിലെ ഒരു ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനെ റെഫറൻസ് ആക്കി വെച്ചിട്ട് ബാക്കി എന്ത് വേണം തൂക്കാം. പഞ്ചസാര തൂക്കാം, തേയില തൂക്കാം, മഞ്ഞപ്പൊടി തൂക്കാം, മുളക് തൂക്കാം, എന്ത് വേണമെങ്കിലും തൂക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള റെഫറൻസ് കെമിസ്ട്രിയിൽ വേണം. നമുക്ക് എന്തിനാ? ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു മരുന്ന് ഉണ്ടാക്കണം. നമുക്കറിയാലോ, വാട്ടർ എന്ന് പറഞ്ഞ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ അത് വാട്ടറായി അല്ലേ? എന്നാൽ 2 ഹൈഡ്രജനും 2 ഓക്സിജനും ചേർന്ന് അത് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആയി. അത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ നാളെ കുടിക്കേണ്ടി വരില്ല. അത് 2 ഹൈഡ്രജൻ ഓക്സിജൻ അല്ലേ സാറെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. 2ന്റെ വെയിറ്റ്, മാസ് വ്യത്യസ്തമാണ്. അപ്പൊ എനിക്ക് ഹൈഡ്രജന്റെ ഓക്സിജന്റെ ഒക്കെ മാസ് എനിക്ക് അറിയണമെങ്കിൽ, ഇത് അളക്കണമെങ്കിൽ, ഇപ്പൊ ഞാൻ കുറച്ച് ഹൈഡ്രജൻ എടുത്ത് ഇവിടെ വെക്കുമ്പോൾ ഇപ്പുറത്ത് വെക്കാൻ ഒരാൾ വേണം. അതാരും, അതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? ഇപ്പൊ ഞാൻ നേരത്തെ 1 കിലോ പഞ്ചസാര വന്നപ്പോൾ ഞാൻ ഇപ്പുറത്ത് വെച്ചതാണ് ഒരു കഷ്ണം മത്തങ്ങ. അതുപോലെ ഒരു കഷ്ണം ഇവിടെ വെക്കണം. അത് ആരെ വെക്കും? അതാണ് ചോദ്യം. അയാളാണ് റെഫറൻസ്. ഓക്കെ, മനസ്സിലായോ? യെസ്. അതിനു വേണ്ടിയിട്ട് 1960കളിൽ നമ്മൾ എന്താ UPSC അംഗീകരിച്ച ഒരു സാധനമുണ്ട്, കാർബൺ 12. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കിടക്കുന്ന കാർബൺ ഓർമ്മയുണ്ടാവും. 1ാമത്തെ 2ാമത്തെ 3ാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ കാർബണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 2 ചാപ്റ്ററിൽ ഓർഗാനിക് കെമിസ്ട്രി അല്ലെ, ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫുൾ ഫ്രീ ആയിരുന്നു. അപ്പൊ ഈ കാർബണെ നിങ്ങൾ എടുത്തിട്ട് 12 പീസാക്കാം. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം 4 പീസാക്കാം, ഓരോ പീസും 3 പീസാക്കാം. 1 2 3 തുല്യമായിട്ട്. അതിൽ ഒരു പീസിനെ എടുത്താൽ നമുക്ക് അതിനകത്ത് പേരിട്ട് വിളിക്കാം 1/12 ഓഫ് എന്താണ് കാർബൺ 12 എന്ന് വിളിക്കാം. അതിന് എത്രയാണ് മാസ് എന്ന് കണ്ടുപിടിക്കാം. 1/12 ഓഫ് കാർബൺ 12ന്റെ മാസ് എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. അത് ഏകദേശം അതായത് കാർബണിന്റെ മാസ് ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ നിങ്ങൾ കാണാപ്പടം പഠിക്കേണ്ട. ജസ്റ്റ് ഒന്ന് സാർ എഴുതുന്നതിന് 1.9924 ഇൻറ്റു 10⁻⁻23 ഗ്രാം. ഇതാണ് കാർബണിന്റെ മൊത്തത്തിലുള്ള വെയിറ്റ്. ഇത്രയും വെയിറ്റ് കാർബൺ ഉണ്ട്. ഡിവൈഡഡ് ബൈ 12, 12 ഡിവൈഡ് ചെയ്യും.
അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വെയിറ്റ് എന്ന് പറയുന്നത് 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ക്ലിയർ? അപ്പോ നമുക്കൊരാളെ കിട്ടി, അളക്കാൻ ഒരാളെ കിട്ടി. അതായത് ഇപ്പുറത്ത് നമ്മൾ കട്ട വെച്ച സ്ഥലത്ത് ഇനിയിപ്പോ എന്ത് വെച്ചാൽ മതി, കാർബൺ 12 ഒരു പീസ് വെച്ചാൽ മതി. എന്നിട്ട് കെമിസിസ്റ്റ് പറഞ്ഞ ഇത് വെച്ചിട്ട് ബാക്കി എല്ലാവരും നമുക്ക് അളക്കാം. ആദ്യമൊക്കെ ഹൈഡ്രജൻ ഓക്സിജനൊക്കെ നമ്മൾ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറ്റിയിട്ട് കാർബൺ 12 12 ഒരു പീസ് എടുത്തിട്ട് ത്രാസിന്റെ ഇപ്പുറം വെച്ചിട്ട് അപ്പുറം നമുക്ക് ഹൈഡ്രജൻ വെക്കാം, ഓക്സിജൻ വെക്കാം, ഇഷ്ടമുള്ളതിനെ വെച്ചിട്ട് അതിന്റെയൊക്കെ വെയിറ്റ് അളക്കാം. ഈസി ഈസി മെത്തേഡ്, മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഒരു വെയിറ്റ് എത്രയാന്ന് വെച്ചാൽ ഇത്രയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പറയാൻ എനിക്ക് ഭയങ്കര എനിക്ക് പറയാൻ പറ്റില്ല. ഇത്രയും വലിയ സംഖ്യ ഒന്നും ഓർത്തിരിക്കാൻ ഞാൻ മണ്ടേ പാസ്സായ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താ ചെയ്യാം, ഒരു സിമ്പിൾ ആയിട്ടൊരു 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും. 1 AMU. 1 AM, അമ്മു. ഒരു അമ്മുവാണ്. അപ്പൊ അമ്മു എന്ന് വിളിക്കാനും എനിക്ക് മടി, അമ്മു എന്നൊക്കെ പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ യു മാത്രമേ ഞാൻ പറയാൻ. 1 U. ആഹാ, സന്തോഷായി. ഇത്രയും സ്ഥാനത്തിൽ വരും 1 U. അപ്പൊ 12 കാർബണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 1 U, 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഈ AMUവിന്റെ അർത്ഥം എന്താണ് മക്കളെ? അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ്? 1 U is equal to അറ്റോമിക് മാസ് യൂണിറ്റ്. യെസ്, മനസ്സിലായി. ഇനി ഞാൻ 12 കാർബൺ ഇവിടെ വെക്കുമ്പോൾ ഞാൻ പറയണ ഒരു പീസ് എടുത്ത് വെച്ചാൽ ഞാൻ എന്ന് പറയും 1 U വെക്കും, അപ്പുറത്തെ ആള് വെക്കി എന്ന് പറയും. ഓക്കെ ആണല്ലോ? യെസ്. എന്താണ് സാറേ പറഞ്ഞത് സിമ്പിൾ കാര്യങ്ങൾ കേട്ടോളൂ കേട്ടാ. അങ്ങനെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് പറയാമോ? ശ്രദ്ധിക്കാം, ഇതൊരു ത്രാസാണെന്ന് വിചാരിക്കാം. ഇമാജിനറി ആട്ടാ, ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇതൊരു ത്രാസ്. ക്ലിയർ? യെസ്. ഇവിടെ ഞാൻ നേരത്തെ പപ്പയുടെ കാർ നമ്പർ പറഞ്ഞ ഓർമ്മയുണ്ട്, അത്ര എണ്ണം, അതായത് 6.022 ഇൻറ്റു 10⁻23 അത്രയും ഹൈഡ്രജൻ ആറ്റം എടുത്ത് വെച്ചു. കറക്റ്റ് ആയിട്ട് ഉണ്ട് ഞാൻ അവിടെ വെച്ചു. നിങ്ങൾ വിചാരിക്കും എണ്ണാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്കറിയാം. അത്രയും വലിയ സംഖ്യയാണത്. എന്തോരം വലിയ സംഖ്യയാണ് മുന്നത്തെ ക്ലാസ്സിൽ സാർ പറഞ്ഞത്. അതുകൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു സംഖ്യ നമ്മുടെ പപ്പയുടെ കാറിന്റെ നമ്പർ, അത്ര എണ്ണ ഹൈഡ്രജൻ എണ്ണ എടുത്തിട്ട് ഇപ്പുറ സൈഡ് വെച്ചു. ഇനി ഇവിടെ ആരാ നമ്പർ വെക്കേണ്ടത്? നമ്മൾ കട്ടിയല്ലോ, ഇവിടെ വെക്കാൻ പോണത് കാർബൺ 12 ആണ്. കണ്ടോ? കാർബൺ 12 നമ്മൾ 12 പീസ് ആക്കിയിട്ട് അതിനകത്ത് ഒരു പീസ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചു 1 U. അപ്പില്ലടാ, ഇതിങ്ങനെ ഈക്വലായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 1 U ആണ്. 1 U എന്താ അതിന്റെ അർത്ഥം? 1 അറ്റോമിക് മാസ് യൂണിറ്റിന് ഈക്വൽ ആണ്. ക്ലിയർ ആണോ? ഓക്കെ. 6.0 10⁻23 ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? 1 Uവിന് എന്താണ് ഈക്വൽ ആണ്. നമ്മൾ ആ U മാറ്റിയിട്ട് അവിടെ ഗ്രാം എന്നാക്കാം, 1 ഗ്രാം. ഓക്കെ, അതായത് അറ്റോമിക് മാസ് യൂണിറ്റും ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ജസ്റ്റ് ആ U മാറ്റി ഗ്രാം ആക്കിയാൽ മതി. അതിന്റെ ബാക്കി കാൽക്കുലേഷൻസും എങ്ങനെയാണ് അങ്ങനെ ആവണമെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് U മാറ്റി G ആണ്, 1G. എന്നാൽ ആക്ച്വലി ഇത് 1G ആണോ? അല്ല. ഇത് നമ്മൾ ചെറുതാക്കി പറഞ്ഞേക്കണം, അതായത് റൗണ്ട് ചെയ്ത് പറഞ്ഞേക്കണം. ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ടു 1.008 ഗ്രാം. അങ്ങനെയാണോ? അല്ല, 1.0079 ഗ്രാം ആണ് ആക്ച്വലി. ഈ 5 കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ ഒന്ന് എടുത്തു, ഇത് തെറ്റാക്കി. ഇനി ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഷോർട്ടാക്കി നമ്മൾ എന്ത് പറയുന്നു? 1 ഗ്രാം എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? 1 ഗ്രാം. ക്ലിയർ? അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടി? ഇതാണ് കിട്ടി. ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടി? ഈ വെയിറ്റ് എവിടെ നിന്ന് കിട്ടി? ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാനിവിടെ എന്താണ് നമ്മുടെ 1 U വെച്ചപ്പോ തന്നെ ഹൈഡ്രജൻ ഇത്രയും മോളിക്യൂൾസ് തൂങ്ങി ഈക്വലായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്ര എണ്ണം ഹൈഡ്രജൻ എടുത്താൽ 1 U വെയിറ്റ് ഉണ്ടാവും. ക്ലിയർ? യെസ്. സിമ്പിൾ ആയിട്ട് വേറൊരു എക്സാമ്പിൾ പറയാം. ഞാനിവിടെ സോഡിയം എടുക്കുക. ഇതൊക്കെ ഇവിടെ സോഡിയം എടുക്കുക. സോഡിയം നിങ്ങൾക്ക് അറിയാലോ, ഉപ്പ്, സോഡിയം ക്ലോറൈഡിലുള്ള സാധനം ഉപ്പ്. സോഡിയം. അതിനകത്ത് ആ സോഡിയം എടുക്കുക, സോഡിയം സാർ എടുക്കും.
ഇത്രയെണ്ണം തന്നെ എടുത്തോളൂ. 6.022 ഇൻറ്റു 10⁻²3. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു പീസ് എടുത്ത് വെച്ചു. സോഡിയത്തിന്റെ തട്ട് എന്താണ് കാണുന്നതിന്റെ അനങ്ങൂല. ആഹാ, അന്ന് ഇത് മുഴുവൻ എടുത്തു വെച്ചു, 12 വെച്ചു. സോഡിയം പറഞ്ഞു അനങ്ങൂല, ഞാൻ പൊങ്ങൂല. ആഹാ, അന്ന് ഒരെണ്ണം കൂടി അതുപോലത്തെ ഒരെണ്ണം കൂടി വെച്ചു, 12. അപ്പൊ സോഡിയം മുങ്ങിപ്പോയി. അപ്പൊ നമുക്ക് മനസ്സിലായി 2 കാര്യം വെച്ചിട്ട് കാര്യമില്ല, 24 വെച്ചിട്ട് കാര്യമില്ല, 24 കുറവാണ്. എന്ന് ഒരെണ്ണം എടുത്ത് മാറ്റാൻ ഒരെണ്ണം മാറ്റി. അപ്പൊ 23 സോഡിയം തൂങ്ങി. അപ്പൊ സോഡിയത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ 23 ഗ്രാം ആണ് നമുക്ക് മനസ്സിലാക്കി. ക്ലിയർ? യെസ്. അപ്പോ സോഡിയത്തിന്റെ ഈ വെയിറ്റിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഈ വെയിറ്റ് കാർബൺ 12 റിലേറ്റ് ചെയ്തിട്ടല്ലേ കണ്ടുപിടിച്ചത്? അല്ലേ? ഇതിന് വെച്ചിട്ടല്ലേ ഇത് കണ്ടുപിടിച്ചത്. അപ്പോ ഈ വെയിറ്റ് എന്ന് പറയുന്നത് സോഡിയത്തിന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ്, റിലേറ്റീവ് ബന്ധുവാണ് കാർബൺ 12 കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സോഡിയത്തിന്റെ 6.022 ആറ്റത്തിന്റെ വെയിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് 23 ഗ്രാം ആണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? കാർബൺ 12 റിലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പൊ ദീസ് മാസ് ഈസ് നോൺ ആസ് റിലേറ്റീവ് ആറ്റോമിക് മാസ്. എന്താണ് റിലേറ്റീവ് ആറ്റോമിക് മാസ്? അപ്പോ 21 ഗ്രാം സോഡിയം എന്ന് പറയുന്ന മീനിങ് എന്താണ്? എടാ, കാർബൺ 12 ഒരു പീസ് അതായത് 1/12 ഓഫ് കാർബൺ 12 23 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്, 23 ഇരട്ടിയാണ് സോഡിയത്തിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും മാസ് വരണമെങ്കിൽ എത്ര എണ്ണം സോഡിയം വേണം? 6.022 ഇൻറ്റു 10⁻23 എണ്ണം സോഡിയം വേണം. ഈ എണ്ണത്തിനെ നമ്മൾ ചുരുക്കി എന്തെന്ന് പറയും? മോൾ എന്ന് പറയും. ഒരു മോൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ട് ഷൂ പെയർ എന്ന് പറയുന്നത്. പെയർ അത് നമുക്ക് കടയിൽ ചെന്നിട്ട് ചേട്ടാ വള വേണമെന്ന് പറയുമ്പോൾ 12 വള എന്ന് പറയുന്നത്, ഒരു ഡസൻ വള എന്ന് പറയും. അപ്പൊ ഒരു നമ്പറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡസൻ, പെയർ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതുപോലെ ഈ ഒരു നമ്പർ ഇനി എപ്പോഴും സാറ് പറയില്ല. സാറ് ഇനി അങ്ങനെ എഴുതൂല, ഞാൻ ഇങ്ങനെ എഴുതൂല. ഓക്കെ, ഞാൻ എഴുതുന്നത് 1 മോൾ എന്താണ് സോഡിയം. 1 മോൾ ഞാൻ എഴുതി, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പപ്പയുടെ കാറിന്റെ നമ്പറാണ് സാർ ഉദ്ദേശിച്ചത്. 6.022 ഇൻറ്റു 10⁻23 സോഡിയം ആറ്റം. അതെടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അത് വെയിറ്റ് നോക്കിയപ്പോ ഇവിടെ എനിക്ക് എത്ര പീസ് വെക്കണം? കാർബൺ 12 23 പീസ് വെച്ചാലേ അത് ഇങ്ങനെ തൂങ്ങുള്ളൂ, കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഞാൻ പറയുകയാണ് ഈ സോഡിയത്തിന്റെ ഒരു മോളിൽ സോഡിയത്തിന്റെ ആറ്റത്തിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ആണ്. അപ്പോ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? സോഡിയം എന്ന ആറ്റം കാർബൺ 12 1/12 ഓഫ് കാർബൺ, അതായത് കാർബൺ 12 12 പീസിൽ ഒരു പീസിന്റെ 23 ഇരട്ടിയാണ്. കിട്ടിയോ? അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ എലിമെന്റിന്റെയും മാസ് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? നിങ്ങളൊരു മെഡിസിൻ ഉണ്ടാക്കുന്ന, അപ്പൊ മെഡിസിനിൽ നമുക്ക് അറിയാലോ ഇത്ര ഗ്രാമാണ് വേണ്ടത്. കറക്റ്റ് ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണ്, അറ്റോമിക് മാസ് എന്താണ് എന്നുള്ളതാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? അല്ലെ? അപ്പൊ ഇത് നമ്മൾ ഗ്രാമിൽ പറയുമ്പോൾ അതെന്താണ്? റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ്. അത് നമ്മൾ യുവിൽ പറയുമ്പോൾ അത് അറ്റോമിക് മാസ് ആണ്. ഈ യുവിൽ പറഞ്ഞിട്ടുള്ള കേസാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ താഴെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ഹൈഡ്രജന്റെ പീരിയോഡിക് ടേബിൾ എടുത്ത് ഹൈഡ്രജന്റെ താഴെ പോയി അതിന്റെ അറ്റോമിക് മാസ് എത്ര നോക്കുമ്പോൾ നിങ്ങൾ ഈ ഗ്രാം അല്ല കാണാം, ഇതിങ്ങനെ യു ആണ് കാണാം. യു അറിയാൻ അമ്മ എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, 1.008 ഗ്രാം. ഓക്കെ, യെസ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു നമ്പറിലേക്ക് എത്തുന്നതാണ് സാർ അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, എടാ നമുക്ക് ക്ലോറിൻ എടുക്കാം. ക്ലോറിനാണ് നമ്മൾ ഒരു മോൾ എടുത്തതെന്ന് വിചാരിക്കാം. ഒരു മോള് തൂക്കാൻ പോകണം സാറ്. ഒരു മോള് ക്ലോറിൻ എടുത്തു. ക്ലോറിൻ മനസ്സിലായല്ലോ? ക്ലോറിൻ എന്താണെന്ന് അറിയാം അല്ലേ? സോഡിയം ക്ലോറൈഡില് നേരത്തെ സോഡിയം എടുത്തെങ്കിൽ നമ്മൾ ക്ലോറിൻ മറ്റേ ആളെടുക്കാം, അല്ലെങ്കിൽ വിഷമാവും. ഒരു മോള് ക്ലോറിൻ എടുത്തു. അപ്പൊ എന്തോരം കഷ്ണം ഇവിടെ വെക്കണം? ഒരു കാർബൺ ഫുള്ളായിട്ട് വെക്കും. അപ്പൊ 12 പീസ് പോരാ, ക്ലോറിൻ പൊങ്ങിയില്ല. ഒരെണ്ണം കൂടി വെച്ചു, അപ്പൊ 24 പീസായിട്ട്.
ഒരെണ്ണം കൂടി വെച്ചു. അപ്പൊ എത്ര പീസായെന്ന് അറിയാമോ? 36 പീസായി. ക്ലോറിൻ ബൂം എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് മനസ്സിലായി ശരിയല്ല, 36 അല്ല, 36 കൂടിപ്പോയി, ഒരെണ്ണം മാറ്റാം. മാറ്റി 35. അപ്പൊ ക്ലോറിൻ ബൂം എന്ന് പറഞ്ഞ താഴേക്ക് പോയി. 36 വെച്ചപ്പോ മുകളിൽ പോയി, ഒരെണ്ണം മാറ്റിപ്പോ താഴെ പോയി. ഇനി എന്ത് ചെയ്യും? ഒരെണ്ണം എടുത്തിട്ട് പകുതിയാക്കണം നിങ്ങൾ. 35.5 അത് വെച്ചപ്പോ ക്ലോറിൻ കറക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ പറയുകയാണ് ക്ലോറിന്റെ ഗ്രാമിനുള്ള അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 ഗ്രാം ആണ് എന്ന് നമ്മൾ പറയാം. ആറ്റത്തിന്റെ മാസാണ് ഈ പറഞ്ഞത്. ഗ്രാം അറ്റോമിക് മാസ് 35.5 ഗ്രാം ആണെന്ന് നമ്മൾ എന്താ പറയുക. ക്ലിയർ? യെസ്. അപ്പൊ ക്ലോറിന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 35.5 ഗ്രാം. ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടറാണ്. ഇത് നമ്മൾ ഓക്കെയാണ്. ക്ലോറിന് ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ 35.5 ഗ്രാം വരും. അത് നമ്മൾ എന്തുകൊണ്ടാണ് 0.5 വന്നത്? നേരത്തെ 0.5 വന്നില്ലല്ലോ. 1 ഗ്രാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 21 ഗ്രാം ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇത് 35.5 കൃത്യമായിട്ട് പോകും. നമ്മൾ 36 എന്നും പറയണില്ല, 35 എന്നും പറയണില്ല. അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എടാ നമ്മൾ ക്ലോറിനെ വിളിക്കുമ്പോഴേ 2 ക്ലോറിൻ ഇരട്ടകളാണ്. അല്ല ആര് വേണമെങ്കിലും അപ്പൊ നമ്മൾ കൈയിട്ട് ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന ക്ലോറിന്റെ ഒരേപോലെ ഇരിക്കുക ഇരട്ടകളാണ്. പക്ഷെ ക്ലോറിൽ ചെറിയ വ്യത്യാസം എന്താന്ന് പറയാം, നോക്കിയോ. അതായത് ക്ലോറിൻ 35, ഓക്കെ. അടുത്തത് ക്ലോറിൻ 37. രണ്ടുപേരും ക്ലോറിനാണ്. പക്ഷെ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്ര എന്നറിയാമോ? 17 ആണ്. അറ്റോമിക് നമ്പർ 17. ഓക്കെ. ഇപ്പൊ ക്ലോറിൻ 35, ക്ലോറിൻ 37 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണമാണ്. അത് ഇത് ഇതങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ന്യൂട്രോണിന്റെ എണ്ണം. അപ്പൊ ഇവിടെ ഒരു 18 ന്യൂട്രോൺ വരോടാ. 7 വരൂലേ? 10, 20, 8, 7, 15, 35. ഇവിടെ വരുമ്പോ ഒരു 2 ന്യൂട്രോൺ കൂടുതലായിരിക്കും, 20 ന്യൂട്രോൺ. നമുക്ക് ശ്രദ്ധിക്കുക സാറ് പറഞ്ഞാൽ ക്ലോറിൻ 35നെ നമ്മങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാല് ക്ലോറിൻ 17 പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് അത് ക്ലോറിൻ ആണ്. 18 വന്നു കഴിഞ്ഞാൽ ആർഗണായി പോകും, 16 വന്ന ഓക്സിജനായി പോകും. ഇതാണ് അതിന്റെ ബേസിക് ഐഡിയ. 17 പ്രോട്ടോൺ ആയിട്ട് ന്യൂക്ലിയസിനകത്തുണ്ട്, അത് ക്ലോറിനാണ്. അതിന്റെ 35 നമ്മൾ വിളിക്കാൻ കാരണം അറ്റോമിക് നമ്പർ 17, ബാക്കി ന്യൂട്രോൺ. അപ്പൊ 18, 17, 35. ക്ലോറിൻ 37 എന്ന് വിളിക്കാൻ കാരണം അറ്റോമിക് നമ്പർ 17, ബാക്കി ന്യൂട്രോൺ 20. അപ്പൊ ഈ 2 ന്യൂട്രോൺ കൂടുതലില്ലേ, അപ്പൊ ഈ ക്ലോറിന് വെയിറ്റ് കൂടുതലായി. ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഭൂമിയിൽ ഇതെന്തോരം ഉണ്ട്, ഇതെന്തോരം ഉണ്ട്, എത്ര പെർസെന്റേജ് ഉണ്ടെന്നാണ് നോക്കാം. ഇപ്പൊ ക്ലോറിന്റെ പെർസെന്റേജ് വരണത് ഏടാ? 75%. അതായത് ഏറ്റവും കൂടുതലുള്ളത് ഇയാളാണ്. ഓക്കെ. ബാക്കി ഇയാളും. ക്ലിയർ? യെസ്. എടാ നിങ്ങൾക്ക് ഞാൻ അവലും ശർക്കരയും തരെയാണ്. ഓക്കെ, അവലും ശർക്കര. അതിനകത്ത് ഞാൻ 75 പ്ലേറ്റ് അവലിട്ടു, 25 പ്ലേറ്റ് ശർക്കര ഇട്ടിട്ട് അതിനകത്ത് മിക്സ് ചെയ്തു. നിങ്ങളിങ്ങനെ കൈയിട്ടെടുക്കുമ്പോ ചിലർക്ക് 2 ശർക്കര ഇട്ട്, ചിലർക്ക് 1 ശർക്കര ഇട്ട്, ബാക്കി അവലായിരിക്കും. ഒരു കൈ ഇങ്ങനെ എടുത്ത് അതേ അവസ്ഥ. അതായത് ഏറ്റവും കൂടുതൽ 35 ആണ്, കുറച്ച് ക്ലോറിനും ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലോറിനെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 2 പേരും അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പൊ 2 പേരുടെയും വെയിറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെയിറ്റ് ആണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് അറ്റോമിക് മാസ്. ഓക്കെ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്പറും തമ്മിൽ കൂട്ടും, ഈ നമ്പറും തമ്മിൽ കൂട്ടും. അപ്പൊ ഇതിന്റെ സെപ്പറേറ്റ് മാസ്. ഉദാഹരണം ഇതിന്റെ കാണാനാണെങ്കിൽ 35 × 75% എന്ന് പറഞ്ഞാൽ 75/100 പ്ലസ് ഇതിന്റെ കാണാനാണെങ്കിൽ 37 × 25%, 25/100. ഓക്കെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഗുണിക്കുക. ഇതെല്ലാം കൂടെ ഗുണിച്ചിട്ട് ഒരു സംഖ്യ ഇട്ട് കൂട്ടാം. അങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 35.5 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റർ സ്വന്തമായിട്ട് കൂട്ടിക്കോട്ടാം. കൂട്ടി കാണിച്ചേണ്ട ആവശ്യം ഇവിടെ ഇല്ല. കാര്യം മനസ്സിലായോ? അപ്പൊ ഇതെന്താ സാധനം? 35.5 ആവറേജ് അറ്റോമിക് മാസ്. ഇതെന്താ സാധനം? അത് തന്നെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇത് രണ്ടും സെയിം ആയിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. ഇതേപോലെ നമുക്ക് വേറെ എക്സാമ്പിൾ ഒക്കെ പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. നിയോണിന്റെ പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒരു പെട്ടിക്കകത്ത് കുറെ വച്ചിട്ട് മക്കളെ ഇത് ഒന്ന് നോക്കണം, നിയോൺ ഒന്ന് മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പെട്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അതിനകത്ത് നിയോൺ 20, നിയോൺ 21, നിയോൺ 22 രണ്ടെണ്ണം ഉണ്ട്. നിയോൺ അറിയാലോ, അറ്റോമിക് നമ്പർ 10. നിയോൺ 20 വരുന്നുണ്ട്, നിയോൺ 21 വരുന്നുണ്ട്, നിയോൺ
22 വരും. അപ്പൊ ഇവിടെ 3 വരുമ്പോ എന്ത് ചെയ്യും? ഇത് എത്ര പെർസെന്റേജ്, ഇത് എത്ര പെർസെന്റേജ്, ഇത് എത്ര പെർസെന്റേജ്? ടെക്സ്റ്റ് ബുക്കിൽ നോക്കാൻ നിങ്ങൾ 20ന്റെ ഏറ്റവും കൂടുതൽ ഇയാളാണ് 90.48 90.48%. 21 വരുന്നത് കാണാപ്പടം ഓർത്തിരിക്കാൻ പറ്റില്ല, അത് നോക്കാം. 0.27%, വളരെ കുറവാണ്. ഇത് ഞങ്ങൾ ഇഗ്നോർ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, വളരെ കുറച്ചുള്ളൂ. പിന്നെ വരുന്നത് 22, അത് 9.25%. അപ്പൊ ഇവിടെ ചെയ്ത പോലെ 20 ഇൻറ്റു ഇത് ചെയ്യാം, 21 ഇൻറ്റു ഇത് ചെയ്യാം, 22 ഇത് ചെയ്യാം. ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഹരിക്കണം. മനസ്സിലായി? എത്രണ്ണോട് 3 ഉണ്ട്, അപ്പൊ അതുകൊണ്ട് 3 കൊണ്ടുവരിക. അപ്പൊ ആവറേജ് കിട്ടും. ആ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് നിയോണിന്റെ എന്തായിരിക്കും? റിലേറ്റീവ് അറ്റോമിക് മാസ് യൂണിറ്റ് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? യെസ്. അത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് കാണാപ്പടം പഠിക്കണം. അപ്പൊ നിങ്ങളോട് സാറെ പരീക്ഷയ്ക്ക് ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ ടേബിളിൽ തരുമെന്നല്ല, ടേബിളിൽ തന്നോട്ടെ, എന്നാലും കാണാപ്പടം പഠിക്കും. അതാണ് മെഡിക്കൽ. മനസ്സിലായോ? അപ്പൊ സാറ് ഇവിടെ ഒരു ടേബിൾ എഴുതും, ആ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ ഓരോന്നിന്റെയും വെയിറ്റ് എന്ത് ചെയ്യണം? കാണാപ്പടം പഠിക്കണം. അതാണ് അടുത്ത ടാസ്ക് കേട്ടാ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം എഴുതാനായിട്ട് പോകുന്നത്. ആദ്യം നിങ്ങൾ എലമെന്റിന്റെ പേര് എഴുതുക. എലമെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ്, ഈ ചാപ്റ്ററിന്റെ ബേസ്, മോൾ കൺസെപ്റ്റ് ബേസ് ഇതാണ്. അപ്പൊ നന്നായി പഠിക്കണം. ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ഗ്രാം അറ്റോമിക് മാസ്, അതായത് ആറ്റത്തിന്റെ മാസാണ് എഴുതാൻ. അപ്പൊ എലമെന്റിന് സാറ് സിമ്പിൾ എഴുതുള്ളൂ. ഓക്കെ, ആദ്യം നമുക്ക് ഹൈഡ്രജൻ. ഹൈഡ്രജന് ആക്ച്വൽ മാസ് 1.008 ഗ്രാം ആണ്. അത് കാരണം എന്താ പറയാ, നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? 1H1, 1H2, 1H3, അങ്ങനെ 3 ഹൈഡ്രജൻ ഉണ്ട്. ഐസോടോപ്പുകൾ എന്ന് പറയും നമ്മളതിന്. ഇപ്പൊ നേരത്തെ ക്ലോറിന്റെ നമ്മൾ എന്താ പറയാ? ഐസോടോപ്പുകൾ എന്ന് പറയാം. വ്യത്യസ്ത മാസ് നമ്പർ ഉള്ളവരെ ഐസോടോപ്പുകൾ എന്ന് പറയാം. അപ്പൊ ഇവിടെ 3 ഉണ്ട്, ട്രിപ്പിൾ ആണ്, വേറെ ഇരട്ട പറഞ്ഞതല്ല 3. അതായത് ഇത് ലാസ്റ്റ് വേണമെന്ന് പറയുന്നത് എന്താണ്? ട്രിഷിയം. ഇത് പ്രോമിത്തിയം, ഡ്യൂട്ടീരിയം, പോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പേരൊന്നും പഠിക്കണ്ട. ഇത് റേഡിയോ ആക്റ്റീവ് ആണ്, അതിനെ ഒഴിവാക്കിയത് കാരണം അത് വളരെ കുറച്ച്. ബാക്കി ഏറ്റവും കൂടുതലുള്ളത് ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ. ഇതും ഉണ്ട്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും നേരത്തെ പോലെ ആവറേജ് മാസ് കണ്ടുപിടിച്ച് വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1.0079 കിട്ടുന്നത്. കുറച്ചും കൂടി ചെറുതാക്കിയ 1.008 ഗ്രാം. ഇതാണ് ശരിക്കും കാൽക്കുലേഷനിൽ വേണ്ടത്. അതിനൊന്നുകൂടി ചെറുതാക്കിയിട്ട് നമ്മൾ ഷോർട്ടാക്കി പറയുന്നതാണ് 1. എത്രയാണ്? 1. അപ്പോ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം പറയണം. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുമ്പോൾ അത് ഒരിക്കലും നിങ്ങൾ അതിന്റെ കൂടെ യൂണിറ്റ് എഴുതരുത്, കാരണം അതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, റിലേറ്റീവ് അറ്റോമിക് മാസിന് യൂണിറ്റ് ഞാൻ സാർ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് 21 ഗ്രാം ഗ്രാം പറഞ്ഞത്. അറ്റോമിക് മാസ് എഴുതുമ്പോൾ മാത്രമാണ് അതിന് നമ്മൾ യൂണിറ്റ് എഴുതുള്ളൂ. ഓക്കെ, അത് നമുക്ക് എന്താണ്? ഗ്രാമിൽ പറയാം, യുവിൽ പറയാം. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്യുവർ നമ്പർ, ദർ ഇസ് നോ യൂണിറ്റ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതില്ല? ജി എഴുതൂല, ഒന്നും എഴുതില്ല, വെറുതെ ഒന്നും എഴുതും. കിട്ടിയോ? യെസ്. അപ്പൊ ഹൈഡ്രജൻ കിട്ടി. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ എല്ലാവരും പഠിക്കണം. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഹൈഡ്രജൻ ആണ്. അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, ഗ്രാം അറ്റോമിക് മാസ് ആണ് ഹെഡിങ് ചെയ്ത്. റിലേറ്റീവ് അറ്റോമിക് മാസ് കേട്ടാ, RA, റിലേറ്റീവ് അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് എഴുതുന്ന G എഴുതാം. ഓക്കെ, യെസ്. അപ്പോ ഹൈഡ്രജൻ H 1 ആണെന്ന് എഴുതി. ഹൈഡ്രജൻ കഴിഞ്ഞ് നിങ്ങൾ രണ്ടാമത് പഠിക്കേണ്ടത് ഹീലിയം. 4 എന്ന് പഠിക്കും. 4, ഹീലിയം 4. ഓക്കെ, ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഓക്സിജൻ. 16 ഗ്രാം. 16 എന്ന് പഠിച്ചു വെക്കാം. ഓക്സിജൻ 16. പിന്നെ നമ്മൾ കാർബൺ, അത് നമ്മൾ നേരത്തെ തുടക്കം മുതലേ കണ്ടാണ്. കാർബൺ 12. ഓക്കെ, കാർബൺ 12. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് സോഡിയം. സോഡിയം 23. ഓക്കെ, സോഡിയം 23. 5 ആക്കി അല്ലേ. ആറാമത്തെ ആള് മഗ്നീഷ്യം. മഗ്നീഷ്യം 24 ഗ്രാം. സോഡിയം കഴിഞ്ഞിട്ടല്ലേ മഗ്നീഷ്യം വരുന്നത്. അപ്പൊ 24. അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനം. സൾഫർ 32. ഓക്കെ, കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്, ഞാൻ ആദ്യം എഴുതുന്നത് കേട്ടോ. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, സോഡിയം, മഗ്നീഷ്യം, ക്ലോറിൻ പഠിച്ചു വെക്കണം. 35.5. ഓക്കെ, പിന്നെ വരുന്നത്
പിന്നെ നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടോ? സോഡിയം, ഓക്സിജൻ എല്ലാം എഴുതി നമ്മൾ. മഗ്നീഷ്യം. പിന്നെ വേണമെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അലുമിനിയം ഒന്നും അങ്ങനെ കാണാപ്പടം പഠിക്കേണ്ട ആവശ്യം വരാറില്ല, ചോദിക്കാറുമില്ല. ഇനി അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രാക്കറ്റിൽ തരും അലുമിനിയത്തിന്, വെറുതെ ഒന്ന് എഴുതി വെച്ചു. പിന്നെ ഫോസ്ഫറസ് എന്ന് പഠിച്ചു വെച്ചു. ഫോസ്ഫറസ് 31. ഓക്കെ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു അളവുണ്ട്, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാൽസ്യം 40. ഇത്രയും നിങ്ങൾ ഷുവറായിട്ട് പഠിക്കണം. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇത്രയും സാധനം ഉറപ്പായിട്ടും പഠിച്ചത്. എന്നിട്ട് ഈ ബെഡാക്കി എഴുതിയാൽ എന്തായാലും പഠിക്കണം കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ 1, ഹീലിയം 4, ഓക്സിജൻ 16, കാർബൺ 12, സോഡിയം 23, മഗ്നീഷ്യം 24, സൾഫർ 32, ക്ലോറിൻ 35.5, അലുമിനിയം 27, ഫോസ്ഫറസ് 31, കാൽസ്യം 40. സോ ദീസ് ആർ ദ എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. അപ്പോ ഇതിന്റെ ഇപ്പൊ 1.008 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആവറേജ് അറ്റോമിക് മാസ്. ഇനി ഇതൊക്കെ ഇതെല്ലാം ഗ്രാമിൽ പറഞ്ഞാൽ അവിടെ 6 മാറ്റി ജി ആണ്. 1 ഗ്രാം, 4 ഗ്രാം, 16 ഗ്രാം, 12 ഗ്രാം, 23 ഗ്രാം, 40 ഗ്രാം, 31 ഗ്രാം, 27 ഗ്രാം. അപ്പൊ അത് ഗ്രാം അറ്റോമിക് മാസ് ആവും, GAM. ചില കുട്ടികൾ GAM എന്താണെന്ന് അറിയില്ല. GAM ഇത്രേ ഉള്ളൂ. ഇതേ സാധനം ഗ്രാമിൽ പറഞ്ഞാൽ അതെന്താണ് ഗ്രാം അറ്റോമിക് മാസ്. എന്നാൽ യുവിൽ അറ്റോമിക് മാസ് യൂണിറ്റ് പറഞ്ഞാൽ ഇതെല്ലാം എന്താണ് യു ആക്കുക. ആ യുവിലാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കിടക്കുന്നത്. ക്ലിയർ? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ടേബിള് മക്കള് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് പ്രോബ്ലംസ് വരുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ഇനി നമുക്ക് ആറ്റവും മോളിക്കൂളും തമ്മിലുള്ള ഡിഫറൻസ് അറിയാം, എന്നാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, യെസ്. നോക്കിയാൽ മക്കളെ, നിങ്ങളൊരു ഐസ്ക്രീം പാർലറിലേക്ക് കയറി ചെന്നു. ഒരു ഐസ്ക്രീം പാർലറിലേക്ക് നിങ്ങൾ ചെന്നേക്കും. അപ്പൊ അവിടെ കുറെ ഐസ്ക്രീം ഉണ്ട്. ഒരു ഐസ്ക്രീം പാർലറിലേക്ക് ചെന്നു. വാനിലയുടെ ഐസ്ക്രീം ഉണ്ട്, സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഉണ്ട്, പിന്നെന്താ ചോക്ലേറ്റ് ഐസ്ക്രീം. നിങ്ങൾ ചേട്ടാ ഒരു സ്കൂപ്പ് തരാൻ പറയും. അപ്പൊ വാനിലയുടെ ഒരു സ്കൂപ്പ് ആ ചേട്ടൻ നിങ്ങൾക്ക് തന്നു. നമ്മൾ പറയും ഇത് ആറ്റമാണ്, അതായത് ഇത് ചെറിയ ഒരു സാധനം തരാനായിട്ട് പറ്റില്ല. വേറൊരു കുട്ടി വന്നിട്ട് ചോദിച്ചു വാനിലയുടെ 2 എണ്ണം തരാൻ പറയും. അപ്പൊ 2 എണ്ണം സ്കൂപ്പ് 2 എണ്ണം. ഓക്കെ, ഇത് വാനില 2 എണ്ണം. ഇതിനെ നമ്മൾ മോളിക്കൂൾ എന്ന് വിളിക്കാം. കണ്ടോ, ഇത് ആറ്റം, ഇത് മോളിക്കൂൾ. കിട്ടിയല്ലോ. അത് 2 എണ്ണം വന്ന മോളിക്കൂൾ. വേറൊരു കുട്ടി വന്ന് ചോദിച്ചപ്പോ വാനിലയും സ്ട്രോബെറിയും ചോദിച്ചു. അപ്പൊ വാനിലയുടെ ഒരു പീസ് കൊടുത്തു, സ്ട്രോബെറിയുടെ ഒരു പീസ് കൊടുത്തു. കണ്ടോ, ഇത് മോളിക്കൂൾ ആണോ? അതെ, അതും മോളിക്കൂൾ. 2 ആറ്റം വന്നില്ലല്ലോ. ഒരാറ്റം, ഇത് ഒരാറ്റം. ഡിഫറെന്റ് ആറ്റമാണ്, പക്ഷെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, മോളിക്കൂൾ എന്ന് വിളിക്കാം. അപ്പൊ മോളിക്കൂൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, മോളിക്കൂൾ ആയിരിക്കും. ശരി, ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മോളിക്കൂൾ. ഇതിന് നമ്മൾ മറ്റൊരു പേര് കൂടി വിളിക്കും, കോമ്പൗണ്ട്, സംയുക്തം. എന്താണ് മക്കളെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? അത് വ്യത്യസ്ത ആറ്റങ്ങളായിരിക്കും. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇവിടെ ഞാൻ ഹൈഡ്രജൻ എടുത്താൽ ഹൈഡ്രജൻ ആറ്റം, H2 എടുത്താൽ ഹൈഡ്രജൻ മോളിക്കൂൾ. ഓക്കെ, ഓക്സിജൻ എടുത്താൽ ഓക്സിജൻ ആറ്റം, O2 എടുത്താൽ O2 മോളിക്കൂൾ, H2 എടുത്താലോ മോളിക്കൂൾ ആണോ ആറ്റമാണോ? മോളിക്കൂൾ ആണ്. കാരണം 3 ആറ്റം ഉണ്ട് ഇവിടെ, 2 ഹൈഡ്രജനും വരും. കോമ്പൗണ്ട് ആണോ? അതെ. വൈ? വ്യത്യസ്ത ആറ്റങ്ങൾ. അപ്പോ ഈ ഒരു ഡിഫറൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിൽ ഒന്ന് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ചോദിക്കുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസ് ചോദിച്ചിട്ട് നമ്മൾ പറയാം എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ H2 2 ആറ്റം ഉണ്ട്. അപ്പൊ ഇവിടെ മോൾ കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം കിട്ടുള്ളൂ എന്ന് മനസ്സിലാവുന്നത്. അത് വളരെ ട്രിക്കി ആയിട്ട് നമ്മളെ പറ്റിക്കാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. അപ്പൊ ആ ഒരു കേസിൽ സാറ് പറയുമ്പോൾ മോളിക്കൂളും ആറ്റവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അറിയാത്ത കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനലോജി ഐസ്ക്രീം പാർലർ നമ്മൾ ഉപയോഗിച്ചത്. ഇത് എലമെന്റ് ആണെന്ന് വിചാരിക്കുക. ഐസ്ക്രീമിനെയൊക്കെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, പീരിയോഡിക് ടേബിളിലെ എലമെന്റ്. അപ്പൊ കുറെ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചില്ലേ, എന്താണ് മായും പായൊക്കെ പഠിച്ചില്ലേ? അത് വെച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ്.
ഓക്കെ. അപ്പോൾ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറ്റോമിക് മാസ് അറിയാം, ഗ്രാം അറ്റോമിക് മാസ് ഓരോരുത്തരുടെയും അറിയാം. അപ്പോൾ അവർ മോളിക്കൂളിൽ വരുമ്പോൾ മോളിക്കൂളിന്റെ മാസ് എന്താണ് എന്ന് പറഞ്ഞാൽ അതെന്താണ് മോളിക്കുലർ മാസ് എന്ന് പറയും. അപ്പൊ നമ്മൾ അറിയണം പ്രധാനമായിട്ടും ഹൈഡ്രജൻ അതൊരു ഡയോറ്റോമിക് ആണ്, എപ്പോഴും ഇങ്ങനെ നിൽക്കുള്ളൂ. ഹൈഡ്രജൻ, ഓക്സിജൻ ഡയോറ്റോമിക് ആണ്, പക്ഷെ ഹീലിയം ആറ്റമായിട്ട് നിൽക്കുള്ളൂ, നിയോൺ ആറ്റമായിട്ട് നിൽക്കുള്ളൂ. H2O ട്രയാറ്റോമിക് ആണ്, 3 ഉണ്ട്. മനസ്സിലായോ? H2O2 4 ഉണ്ട്. ഉണ്ടോ? SO4 എന്താണ് 5 ഉണ്ട്. ഓക്കെ. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്ത് ഈ ഓരോ ലെറ്ററും ഓരോ എലമെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്, അതിന്റെ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. മോമിനെ കണ്ടുപിടിക്കാൻ പോകുന്നത് മോം. ഇപ്പൊ സാർ ഇവിടെ മോളിക്കുലർ മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഈ എക്സസൈസിലെ നമ്മുടെ ട്രിക്കിലെ മോമാണ്. മോമിനെ നമ്മൾ കാണാൻ പോകും, കാരണം പോണ വഴി മോം നമ്മളോട് പറയും എന്നെ വെച്ച് വെട്ടാൻ പറയും. അപ്പൊ മോമിനെ കൃത്യമായിട്ട് കണ്ടെത്താൻ പഠിച്ചാൽ ബാക്കി പാഠം എളുപ്പമായി, ഒന്നുമില്ല, ഈസിയാണ്. ഓക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകും. അപ്പൊ ആദ്യം തന്നെ ഓരോന്ന് നമുക്ക് ചെയ്യാം. NH3 അമോണിയ, ഇതിന്റെ മോം എത്രയെന്ന് കണ്ടുപിടിക്കും. അതെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നൈട്രജൻ ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കാം. ഒരെണ്ണം ഉള്ളു. അപ്പൊ ഒരു നൈട്രജൻ 1 × N പ്ലസ്, പിന്നെ ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3 ഉണ്ട്. 3 × H. ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് ഈ സൈഡിൽ നമ്മൾ നൈട്രജന്റെ പറയാൻ പോവാണ് 14 ഗ്രാം. സോറി, നൈട്രജൻ നമ്മൾ അവിടെ എഴുതിയില്ല എന്ന് തോന്നുന്നു, മിസ്സായി പോയി. നൈട്രജനും കൂടി ഒന്ന് ചേർത്ത് എഴുതി വെക്കുക. 14 കേട്ടോ, നൈട്രജൻ 14. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 ഗ്രാം. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റ് തരും കേട്ടോ. അപ്പൊ ആ നേരത്തെ ടേബിളിലെ നൈട്രജനും കൂടി എഴുതി 14 ഗ്രാം. അപ്പൊ ഞാൻ ചെയ്യാൻ പോകണം. ഞാൻ ഒന്നും തന്നെ ഇട്ടു. ഒരു നൈട്രജൻ, നൈട്രജന്റെ സ്ഥലത്ത് ഞാൻ ഈ 14 ഗ്രാം 14 പ്ലസ് 3 × ഹൈഡ്രജന്റെ പ്ലേസിൽ ഞാൻ 1 ഗ്രാം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 14. 1 × 14 14 ഗ്രാം പ്ലസ് 3 × 1 3 ഗ്രാം. ഓക്കെ, ദാറ്റ് ഈസ് 17 ഗ്രാം. കിട്ടിയല്ലോ. മോളിക്കുലർ മാസ് ഓഫ് എന്താണ് അമോണിയ ഇസ് ഈക്വൽ ടു 17 ഗ്രാം. ക്ലിയർ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ മോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു മോളിന്റെ മാസാണ്. ഒരു മോളിന്റെ മാസാണ്. അപ്പോ ഇതിനകത്ത് എത്ര മോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 മോൾ. ഒരു മോൾ ഉണ്ടെങ്കിൽ എത്ര പാർട്ടികൾ ഉണ്ടാവും? 6.022 × 10⁻23. മനസ്സിലായോ? ഇതായത് ഈ എഴുതിയിരിക്കുന്ന 17 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ അമോണിയൻ എടുത്തിട്ട് നമ്മള് ഇത്രയും അമോണിയൻ എടുത്തിട്ട് ഇപ്പുറത്ത് വെക്കുമ്പോ ഇവിടെ നമ്മൾ എന്തോരം വെക്കണം? 17 പീസ് വെക്കണം, കാർബൺ 12. അപ്പോ ഇത്രയും എണ്ണം അമോണിയയുടെ മാസാണ് 17 ഗ്രാം. പക്ഷെ അമോണിയ ആറ്റം അല്ലാത്തതുകൊണ്ട് ഈ മാസിനെ നമ്മൾ എന്ത് പറയും? മോളിക്കുലാർ മാസ് എന്ന് പറയും. മോളിക്കൂളിന്റെ മാസാണ്. ഓക്കെ, ഇത് നമ്മൾ കാണാപ്പടം പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അറ്റോമിക് മാസ് അറിയാവുന്നതുകൊണ്ട് അത് വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഒരു ഫോർമുല തന്നിട്ട് അതിന്റെ മാസ് നിങ്ങൾ കണ്ടെത്തുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ഇത്രയും ഗ്രാം അമോണിയ എടുത്താൽ അതിൽ 6.022 × 10⁻23 മോളിക്യൂൾ ഓഫ് എന്താണ് അമോണിയ ഉണ്ടാവും എന്ന് വെച്ചാൽ അത്രയും പറയുന്നതിന് പകരം 1 മോൾ അമോണിയ ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ കണക്ട് ചെയ്യണം കേട്ടോ. നേരത്തെ നമ്മൾ ഹൈഡ്രജന്റെ 1 ഗ്രാം 1 മോള് 6.022 × 10⁻23 എന്ന് പറഞ്ഞതുപോലെ ഹൈഡ്രജന്റെ പ്ലേസിൽ ഇവിടെ ആരാണ്? ഒരുമിച്ച് ഒരു ഗ്രൂപ്പാണ് ഇവര്, NH3. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു ടേബിൾ ഉണ്ട്, അത് നിങ്ങൾ ഇത് നോക്കി അതുപോലെ ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് വേഗം ഓരോരുത്തർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഞാൻ സാർ പറയാൻ പോകുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. സെക്കൻഡ് വൺ ഈസ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, വളരെ ഈസിയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർബൺ ഒരെണ്ണം, 1 × C പ്ലസ് ഓക്സിജൻ 2 2 × O ഈക്വൽ ടു 1 × കാർബണിന്റെ മക്കളെ 12 ആണ്. ഞാൻ ഗ്രാമെന്ന് ഇപ്പൊ എഴുതുന്നില്ല, നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി. 2 × ഓക്സിജന്റെ എത്രയാണ്? 16. കാണാപ്പടം പഠിച്ചോളാം. അപ്പോ 1 × 12 12 പ്ലസ് 2 × 16 32 കൂട്ടുമ്പോൾ എത്ര വരും? 2 2 4 44. അവസാനം ഗ്രാം ചേർക്കാം. ഓക്കെ, അപ്പൊ ഈ 44 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? 1 മോൾ. എത്ര എണ്ണം ഉണ്ട് അതിനകത്ത്? ഈ കാർബൺ ഡയോക്സൈഡ് എത്ര എണ്ണം ഉണ്ട്?
6.010 ആണ്. ഓക്കെ, യെസ്. ഇനി മൂന്നാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H2O. ഓൾറെഡി സാർ നേരത്തെ ചെയ്തതാണ്, അത് വേഗം ചെയ്യും. H2O എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും. ഹൈഡ്രജന്റെ വെയിറ്റ് 1 ഗ്രാം, ഓക്സിജന്റെ വെയിറ്റ് 16 ഗ്രാം. 2 × 1 2 പ്ലസ് 16 18 ഗ്രാം. തുടക്കത്തിൽ നമ്മൾ ചെയ്ത. അടുത്തത് NO2. നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. അപ്പൊ ഇത് നൈട്രജൻ ഒരെണ്ണുള്ളൂ. അപ്പൊ 1 നൈട്രജൻ പ്ലസ് 2 ഓക്സിജൻ ഈക്വൽ ടു 1 × നൈട്രജന്റെ 14 ആണ് പ്ലസ് 2 × ഓക്സിജന്റെ 16. സോ 1 × 14 14 പ്ലസ് 2 × 16 32. 4 2 6 1 3 4 46 ഗ്രാം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 46 ഗ്രാം നൈട്രജൻ ഡയോക്സൈഡ് എടുത്താൽ അതിൽ 1 മോള് നൈട്രജൻ ഡയോക്സൈഡ് മോളിക്കുള്ളതാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഈസ് CaCO3. കാർബൺ എന്താണ്? കാൽസ്യം കാർബണേറ്റ് കേട്ടാ. ഞാൻ എഡിങ്ങൊക്കെ ഒന്ന് മാറ്റിയാണ്. കാൽസ്യം കാർബണേറ്റ് CaCO3. അപ്പൊ നോക്കിയ മക്കളെ, ഇവിടെ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കിയേ. ഇത് C വേറെ A വേറെ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഇത് കാൽസ്യം, ഇത് കാർബൺ, ഇത് ഓക്സിജൻ, 3 പേരുണ്ട് ഇവിടെ. സോ കാൽസ്യം ഒരെണ്ണുള്ളൂ. അപ്പൊ 1 × Ca പ്ലസ് കാർബൺ ഒരെണ്ണുള്ളൂ 1 × C പ്ലസ് ഓക്സിജൻ 3 ഉണ്ട്. അപ്പൊ 3 × ഓക്സിജൻ. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി നമ്മൾ ഇതിന്റെ മാസ് എഴുതണം. 1 × കാൽസ്യത്തിന്റെ മാസ് 40 കേട്ടോ പ്ലസ് 1 × കാർബണിന്റെ മാസ് 12 പ്ലസ് 3 × ഓക്സിജന്റെ മാസ് 16. സോ ദിസ് ഇസ് ഈക്വൽ ടു 40 പ്ലസ് 12 പ്ലസ് 16 × 3. 16 × 3 എത്രയാണ് മക്കളെ? 3 ചുറ്റും 1 3 4 48 ഗ്രാം. ഇനി എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടണം. അതായത് 40 പ്ലസ് 12 പ്ലസ് 48. 8 10 ചുറ്റും 1 4 5 6 6 4 100. 100 കിട്ടി. അപ്പൊ കാൽസ്യം കാർബണേറ്റിന്റെ 1 മോൾ കാൽസ്യം കാർബണേറ്റ് നിങ്ങളുടെ വീട്ടില് ഇട്ടിരിക്കുന്ന എന്താണ് മാർബിള്, ഈ സാധനങ്ങളൊക്കെ കക്കയുടേതുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാൽസ്യം കാർബണേറ്റ് ആയിട്ട് വരുന്നത്. അത് 100 ഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന, കൈകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു മാസമാണ് 100 ഗ്രാം. അതിനകത്ത് 6.010 എന്തുണ്ടാവും? കാൽസ്യം കാർബണേറ്റ്. അത് നിങ്ങൾക്ക് ചെയ്യാം. വീട്ടിൽ പോയിട്ട് ഉമ്മായി എടുത്തിട്ട് 100 ഗ്രാം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറയാം, എടാ ഒരു മോളെ ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഒരു മോളെ തരാം. നിങ്ങളുടെ കയ്യിലുള്ള ആ പാക്കറ്റിൽ എത്ര എണ്ണ ഉണ്ടാവും? കാൽസ്യം കാർബണേറ്റ്? 6.022 × 10⁻²3. മനസ്സിലായോ? 19 ബില്യൺ ഇയേഴ്സ് എടുക്കും. നിങ്ങൾ നിങ്ങൾ അത്ര എണ്ണം, ആ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, അത്ര എണ്ണം നിങ്ങൾ പൈസ, അത്രയും പൈസ 1 മോൾ, 1 മോൾ അത്രയും പൈസ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുകയാണ് ഞാൻ. അതായത് നേരത്തെ പറഞ്ഞ 100 ഗ്രാമിന്റെ പാക്കറ്റിലുള്ള കാർബണിന്റെ എണ്ണം ഉണ്ടല്ലോ, അത്രയും രൂപ ഒരാൾക്ക് കൊടുക്കുകയാണ്. 1 സെക്കൻഡിൽ 10 ലക്ഷം രൂപ വെച്ചാണ് നിങ്ങൾ കൊടുക്കണേ. അങ്ങനെയാണെങ്കിൽ 19 ബില്യൺ വർഷം നിങ്ങൾ ഇങ്ങനെ നിന്ന് കൊടുത്താലേ അത് തീരുള്ളൂ. അത്രയും വലിയ സംഖ്യയാണ് ഈ പറയുന്ന 1 മോൾ എന്ന് പറയുന്നത്. കിട്ടിയോ? യെസ്. അപ്പൊ മോളിക്കുലർ മാസ് മോം കണ്ടുപിടിച്ചാലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാസമായിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ മോമിനെ വഴി വെച്ച് കാണും. അപ്പൊ മോം പറയും എന്നെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറയും. ആ എന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാണ് ഈ കണ്ടത്. കണ്ടോ? കിട്ടിയോ? യെസ്. അങ്ങനെ നമ്മൾ മോള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുമ്പോൾ കാറുമായിട്ട് പപ്പ നിൽക്കുന്നു. പപ്പയുടെ കാറിന്റെ നമ്പർ എന്താ? 6.010⁻23. ഓക്കെ. അപ്പൊ പപ്പ പറയാം, മക്കളെ ഇത് വെച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ, പാർട്ടിക്കിളിന്റെ എണ്ണം കിട്ടും. അത്രയുള്ള പരിപാടി. ഇനി പാർട്ടിക്കിളാണ് തന്നെങ്കിൽ തിരിച്ച് റിവേഴ്സ് വരാം. മനസ്സിലായോ? അപ്പൊ മോള് കിട്ടും. വീണ്ടും തിരിച്ച് റിവേഴ്സ് വരുമ്പോൾ നമുക്ക് മാസ് കിട്ടും. അത് നമ്മൾ ആ പ്രോബ്ലം വരുമ്പോൾ കൃത്യമായിട്ട് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ ന്യൂമറിക്കൽസ് കൂടുതൽ ചെയ്യുക. അപ്പോൾ വ്യക്തമായിട്ട് പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് in 88 gram of carbon dioxide?
44 ഗ്രാം ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കുലർ മാസ് കാണുമ്പോൾ 44 ഗ്രാം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഒരു മോൾ അങ്ങോട്ട് എഴുതിയാൽ മതി, അതിന് വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. പക്ഷെ വേറെ ഏതെങ്കിലും മാസാണ് ചോദിക്കണമെങ്കിൽ ഇത് 88 ഗ്രാമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മാ, പിന്നെ നമ്മൾ പറഞ്ഞു മോള്, പിന്നെ നമ്മൾ പറഞ്ഞു പപ്പ അല്ലെ. എന്നിട്ട് ഇവിടെ മോമ്, ഇവിടെ എന്താണ് പപ്പയുടെ കാർ നമ്പർ ഇൻറ്റു 10⁻23, കാർ നമ്പർ 6.02 × 10⁻23. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഡിവിഷൻ, എന്നെ വെട്ടി മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ ഡിവിഷൻ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 88 ഗ്രാം, അതായത് മാസ് ആണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 88 ഗ്രാം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതാണ് 88 ഗ്രാം. ഓക്കെ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മോളാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ, അങ്ങോട്ട് പോയാലല്ലേ മോളിലേക്ക്. അപ്പൊ പോണ വഴി ആരൊക്കെയാണ്? മോമിലേക്കാണ്. മോം എന്താ പറയണത്? എന്നെ വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 88 ഗ്രാം മോള് കണ്ടുപിടിക്കാൻ പറ്റും. മോളെ കണ്ടുപിടിക്കാനായിട്ട് മോള് MOL ആണ് അതിന്റെ യൂണിറ്റ്, അതുകൊണ്ടാണ് സാർ അങ്ങനെ എഴുതിയത്. MOL ആണ് ശരിക്കും മോൾ എന്ന് പറഞ്ഞാൽ, പക്ഷെ യൂണിറ്റ് മോളാണ്, MOL ആണ്. അപ്പോ 88 ഗ്രാം എന്ന് എഴുതി. എന്നിട്ട് പറയും മോമിനെ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ടാസ്ക് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ മോമ് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇത്ര നേരം ചെയ്തത്. അപ്പൊ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറച്ചു നേരം മുന്നേ കണ്ടുപിടിച്ചല്ലോ. ഒരു കാർബൺ പ്ലസ് 2 ഓക്സിജൻ, ഒരു കാർബണും 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 1 × 12 പ്ലസ് 2 × 16 എന്ന് പറയുമ്പോൾ 12 പ്ലസ് 32 44 ഗ്രാം നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചോ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ മോം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോളിക്കുലർ മാസ് അത് കണ്ടുപിടിച്ചു. അത് 44 ഗ്രാം താഴെ എഴുതി. അപ്പൊ ഇത് വെട്ടിപ്പോയി, എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അതിന്റെ പേര് എന്ത് ചേർക്കണം? 2 മോൾ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചേർത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ആക്ച്വലി മോളാണ്, ഈ ചേർത്ത് എഴുതിക്കും, മോൾ എന്ന് എഴുതി. അപ്പൊ എത്ര മോൾ ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ, എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് വെച്ചാൽ മോളാക്കിയിട്ട് പാർട്ടിക്കിൾ ആക്കാൻ പറ്റും. അതാണ് എന്റെ പ്രത്യേകത. മോളായിട്ട് പാർട്ടിക്കിളായിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര മോളായി? 2 മോളായി. എത്ര മോളായി? 2 മോൾ. എന്റെ അടുത്ത ചോദ്യം എന്താണ്? ഹൗ മെനി പാർട്ടിക്കിൾസ് ആർ ദേർ? എത്ര പാർട്ടിക്കിൾ ഉണ്ട്? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇൻറ്റു വാട്ട്? 6.02 × 10⁻23. അപ്പൊ നമ്മൾ ഈ 2 മോളിനെ 2 ഇൻറ്റു പപ്പയുടെ കാർ നമ്പർ, അതായത് പാർട്ടിക്കിൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6.02 × 10⁻23. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്താൽ ദാറ്റ്സ് ഓൾ. ഓക്കെ, 2 × 12.044. ഓക്കെ, സിമ്പിൾ. എല്ലാം ഡബിൾ ആക്കിയാണ് 12.044 × 10⁻23. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ, ഗുണിച്ച് എഴുതണം നിർബന്ധമൊന്നുമില്ല. അത്രയും എന്തുണ്ട്? മോളിക്യൂൾസ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട്. ഇത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട്. 2 മോളുണ്ട്. എത്ര ഗ്രാമിൽ? 88 ഗ്രാം. ഇനി എന്റെ ചോദ്യം, ഇത് റിവേഴ്സ് ആയിരുന്നെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ റിവേഴ്സ് ആയിരുന്നു, അതായത് അവർ ചോദിച്ചത് ഇങ്ങനെയാണ്. ചോദ്യം റിവേഴ്സ് ആയി. അതായത് നോക്കൂ, 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഗ്രാം ആണ്? ഹൗ മച്ച്? അങ്ങനെ ചോദിച്ചു. അപ്പോ ഈ 2 മോളുന്ന സ്ഥലത്ത് നിങ്ങൾ എന്താക്കണം? 4 മോളാണ്. ഇവിടെ ചോദിച്ചത് പാർട്ടിക്കിൾ അല്ല ചോദിച്ചത്, എത്ര ഗ്രാം ആണെന്നാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. ഗ്രാം ഇവിടെ ആണ്, പാർട്ടിക്കിൾ അങ്ങോട്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ പോണ വഴി മോമിനെ കാണും. മോമ് പറയും, എടാ എന്നെ വെച്ച് ഗുണിക്കുക. എത്ര മോളാണ്? 4 മോൾ. 4 മോൾ ഇൻറ്റു മോം എത്രയാണ്? 44 ഗ്രാം. ഈസി. അപ്പോ 44 × 4 16 സിസ്റ്റം 16 15. നിങ്ങൾ പറയണം 176 ഗ്രാം 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോഴാണ് 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. അതായത് അവർ ചോദിക്കുകയാണ്, 12.044 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ് പാർട്ടിക്കിൾസിന്റെ വെയിറ്റ് എത്രയാണ്? ഇതാണ് ചോദ്യം. നമുക്കറിയാം ഇത് 2 മോളാണ്, പക്ഷെ 2 മോൾ വന്നിട്ട് എങ്ങനെ എത്തും നമ്മ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഇവിടെയാണ്, കണ്ടോ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് 12.044 × 10⁻23. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എന്താക്കണം? ഇതിനെ നമുക്ക് മോളാക്കണം. ഇവിടെ നമ്മൾ മോളിലേക്ക് വരും. പോണ വഴി നമ്മൾ പപ്പേനെ കാണും. പപ്പയുടെ കാറിൽ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്ന സിമ്പിൾ? ഡിവൈഡ് ചെയ്യാൻ.
അപ്പൊ നമ്മൾ ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യും. നമ്മൾ എഴുതാൻ പറ്റും 12.044 into 10⁻23 divided by this 6.022 into 10⁻. അപ്പൊ വെട്ടി പോകുമ്പോൾ 2. അപ്പൊ നമുക്ക് 2 മോൾ കിട്ടി. 2 മോൾ. പക്ഷെ നമ്മുടെ ചോദ്യം മാസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ തിരിച്ച് റിട്ടേൺ പോകണം. അപ്പൊ 2 മോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ മോം പറയും മൾട്ടിപ്ലൈ ചെയ്യാൻ, എന്നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇത് മോം എത്രയാണ്? 44 ഗ്രാം. അപ്പൊ നമ്മൾ 2 മോൾ ഇട്ട് 44 2 into 44. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 88 ഗ്രാം. കണ്ടോ? അപ്പൊ ഈ ഒരു സംഭവം വെച്ച് നമുക്ക് അങ്ങോട്ട് ചോദിച്ചാൽ അതും ചെയ്യാം, ഇങ്ങോട്ട് ചോദിച്ചാൽ ഇപ്പുറത്തേക്ക് ചെയ്യാം. അതായത് ചുരുക്കി പറഞ്ഞ മോളാണ് ചോദിച്ചെങ്കിൽ, മാസ് എന്നിട്ട് മോളാണ് ചോദിച്ചെങ്കിൽ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ സ്കൂളിലൊക്കെ ടീച്ചർ ഒരു ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് സാറും പറഞ്ഞത്. സാർ ഇവിടെ എന്താ പറഞ്ഞത്? തന്നിരിക്കുന്ന മാസിനെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോള് കിട്ടും. അപ്പോ ഗീവൻ മാസിനെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് മോള് കിട്ടും. ഈസി അല്ലേ? അതിന് നമ്മൾ എവിടെയും ചെയ്യുന്നത്. അതിനൊരു 1000 ഫോർമുല ഒന്നും പഠിക്കണ്ട. മനസ്സിലായോ? ഈ തിരിച്ച് നിങ്ങളുടെ ഗീവൻ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് തമ്മിൽ ഗുണിക്കണം. മോളിനെ മോളിക്കുലർ മാസ് കൊണ്ട് ഗുണിച്ചാൽ ഗീവൻ മാസ്. ഇനി മോള് തന്നിട്ട് പാർട്ടിക്കിൾസ് ആണെന്നാണെങ്കിൽ എന്ത് ചെയ്യണം? മോൾ ഇൻറ്റു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 6.0. അപ്പൊ മോൾ ഇൻറ്റു അവഗാഡോ സംഖ്യ എന്നെ എന്ന് പറഞ്ഞാൽ 6.022 ആണ്. അപ്പൊ മോൾ ഇൻറ്റു എന്നെ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് കിട്ടുക. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അവസാനമായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചെയ്യാം. ആദ്യം സാർ ക്വസ്റ്റ്യൻ എഴുതാം. O2, രണ്ടാമത്തത് NH3, ഓക്കെ, മൂന്നാമത്തത് H2O, ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നാലാമത്തത് C6H12O6, എന്താണെന്നറിയോ? ഗ്ലൂക്കോസ് O6. അഞ്ചാമത്തത് H2SO4, എന്താണെന്നറിയാം? സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പൊ നിങ്ങൾ ഇതൊക്കെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ പുറത്തുനിന്നൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, വേറെ പുതിയ ഇതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. പിന്നെ N2 ഉണ്ട്, പിന്നെ ഏഴാമത് ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു ടേബിളാണ്. ആ ടേബിളിന്റെ ഹെഡിങ്ങിൽ കോമ്പൗണ്ടുകൾ ഇതുപോലെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെയൊക്കെ മോളിക്കുലർ മാസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എത്ര മോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മോൾ ഉണ്ടാവും കേട്ടോ. ഒരു മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചാൽ അതൊരു മോളുള്ളൂ. 6.023 എന്താണ്? മോളിക്യൂൾസ് ആണുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്സിജൻ നമുക്ക് ഇവിടെ 2 ഉണ്ട്. അപ്പൊ 2 into 16 എത്ര ഗ്രാം? 32 ഗ്രാം. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം എത്ര മോളുണ്ട്? അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ ഇവിടെ എഴുതുന്ന ഉത്തരം ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം പരീക്ഷയ്ക്ക് ഇത് എഴുതുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ച 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ. ശ്രദ്ധിക്കണം. ആറ്റോ ഓക്സിജൻ 2 അല്ലേ? അപ്പൊ 2 മോൾ ഓക്സിജൻ ആറ്റം. ആറ്റം പറയുമ്പോ ഓക്സിജൻ എത്ര ഉണ്ട് ഇൻറ്റു ഈ ഒരു മോളും കൂടി കേട്ടാ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതെങ്ങനെ വരും നോക്കിയപ്പോ 6 ഓക്സിജൻ 1 2 3 4 5 6. ഇത് 6 ഓക്സിജൻ. ഓക്കെ, വീണ്ടും 1 2 4 5 6. ഇത് വേറൊരു 6 ഓക്സിജൻ. അപ്പൊ ഇത് ആറ്റം, 1 മോൾ ആറ്റം. ഇത് 1 മോൾ ആറ്റം ഓക്സിജന്റെ 6. ഈ 6.010 എന്നുള്ള സാർ ചുരുക്കി വെറും 6 ആക്കിയെന്ന് വരും. അപ്പൊ എന്താണ്? 1 മോൾ ആറ്റം ഇവിടെ ഉണ്ട്, 1 മോൾ ആറ്റം ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഇങ്ങനെയാവും. 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 ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഇങ്ങനെ. അപ്പോഴും 6 തന്നെ ഉള്ളൂ. അപ്പൊ 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ. മനസ്സിലായോ? അപ്പൊ 1 മോൾ ഓക്സിജൻ മോളിക്യൂളിൽ ആറ്റങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കി. ഡബിൾ ഉണ്ട്. കണ്ടോ? 2 മോൾ ഓക്സിജൻ ആറ്റം. ഇത് എപ്പോഴും കുട്ടികൾക്ക് തെറ്റിപ്പോണാണ്. നമ്മളോട് ഇപ്പൊ ഉദാഹരണം ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂളിൽ എത്ര മോള് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട്, എത്ര മോള് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ H2 ആണല്ലോ. എന്നിട്ട് എത്ര മോൾ ഉണ്ട്? 1 മോള് H2, 1 മോള് ഹൈഡ്രജൻ മോളിക്യൂൾ. എത്ര മോൾ ആറ്റം ഉണ്ട്? 2 മോള് ഹൈഡ്രജൻ. അപ്പൊ 1 മോള് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആറ്റത്തിന്റെ എണ്ണം കൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, യെസ്. അപ്പോ ബാക്കിയെല്ലാം കണ്ടുപിടിക്കുക. ചറപറ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് സ്വന്തമായിട്ട്. ഓക്കെ, 7ാമത്തെ
അവസാനം വരെ കാണുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് മനസ്സിലായി നിർത്തിപ്പോരുത്. ഇപ്പൊ നൈട്രജൻ ഒരെണ്ണുള്ളൂ. അപ്പൊ ഒരു നൈട്രജൻ ഒരെണ്ണുള്ളൂ അല്ല. അപ്പൊ 14 ഗ്രാം പ്ലസ് ഹൈഡ്രജൻ 3 അപ്പൊ 3 × 1 എന്ന് പറയുമ്പോൾ 17 ഗ്രാം. സാർ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം, നിങ്ങൾ എഴുതി ചെയ്യണം സാർ പഠിപ്പിച്ച പോലെ കേട്ടാ. H2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ 1 × 2 പ്ലസ് ഓക്സിജൻ 16 എന്ന് പറയുമ്പോൾ 18 ഗ്രാം. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള. ഇവിടെ വരുമ്പോൾ കാർബൺ 6 ഹൈഡ്രജൻ 12 ഓക്സിജൻ 6. അപ്പോ 6 × കാർബൺ 6 ഉണ്ട്. ഒരു കാർബൺ എത്രയാണെന്ന് അറിയോ? 12 ഗ്രാം പ്ലസ് ഹൈഡ്രജൻ 12 ഗ്രാം. അപ്പൊ 12 × 1 ഗ്രാം പ്ലസ് ഓക്സിജൻ 6 എണ്ണം. അപ്പൊ 6 × 16. ശ്രദ്ധിക്കുക, ഇച്ചിരി വലുതാണ്, ശ്രദ്ധിച്ചു നോക്കിയേ. കാർബൺ 6 എന്നുള്ളത് 6 × ഒരു കാർബണിന്റെ വെയിറ്റ് 12 ഗ്രാം പ്ലസ് ഹൈഡ്രജൻ 12 എണ്ണം ഉണ്ട്. 12 ഹൈഡ്രജന്റെ വെയിറ്റ് 12 × 1 ഗ്രാം പ്ലസ് ഓക്സിജൻ 6 ഉണ്ട്. അപ്പൊ 6 × 16 ഗ്രാം. ഇതെല്ലാം കൂടി ഒന്ന് കുടിക്കട്ടാ. എന്റെ ദൈവം 60 6 × 2 12 72 ഗ്രാം പ്ലസ് 12 ഗ്രാം പ്ലസ് 16 60 96 ഗ്രാം. എല്ലാം കൂടി കൂട്ടിയടപ്പ കൂട്ടണമല്ല. 72 12 96 6 4 10 9 10 11 11 7 18 180. സോ 180 ഗ്രാം 180 ഗ്രാം. പിന്നെ എപ്പോഴും മാറ്റാം. ഇനി H2SO4 എടുക്കാം. H2SO4 എന്താ? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൽ 2 ഹൈഡ്രജൻ. 2 ഹൈഡ്രജൻ ഇൻറ്റു ഹൈഡ്രജന്റെ മാസ് 1 ഗ്രാം പ്ലസ് സൾഫർ ഒരെണ്ണുള്ളൂ. 32 ഗ്രാം. 32 ഗ്രാമാണ് സൾഫർ കേട്ടോ. ഓക്സിജൻ 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 × 16 ഗ്രാം ഈക്വൽ ടു 2 × 1 2 പ്ലസ് 32 പ്ലസ് 5 40 6 4 24 എന്ന് പറയുമ്പോൾ 64 ഈക്വൽ ടു എല്ലാം കൂടി കൂട്ടാം. 2 32 34 34 64 30 60 90 44 98 ഗ്രാം. ഹൈഡ്രജന് പറയേണ്ട ആവശ്യമില്ല. 2 × 14 എത്ര ഗ്രാം? 28 ഗ്രാം. ഹൈഡ്രജൻ അറിയാലോ. 1 × 2 ഉണ്ട് 1 ഗ്രാം. അപ്പൊ എത്രയും 2 ഗ്രാം. അപ്പൊ ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് മോളിക്കുലാർ മാസ് കാണാൻ അറിയാം, മോള് കണ്ടുപിടിക്കാനും ഒക്കെ നിങ്ങൾക്ക് അറിയാം. എല്ലാം പഠിച്ചു അല്ലെ? ഇനി നമ്മള് ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മാസ് അളക്കാൻ പറ്റുന്ന മെറ്റീരിയൽ പോവലേട്ട് തയ്യാറായിട്ടില്ല. എന്നാൽ ഗ്യാസ് വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഇൻ ദ കേസ് ഓഫ് ഗ്യാസിന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു മോള് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് എന്തോരം ഉണ്ടെങ്കിലും മനസ്സിലാവും. കാരണം ഗ്യാസ് നമ്മൾ മുറിയിലെടുത്ത് മുറി മൊത്തം അറിയും അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഗ്യാസിന്റെ കേസിൽ? അപ്പൊ അതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. ഗ്യാസ്. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ അവഗാഡോസ് ലോ പഠിക്കാത്തവരുണ്ടെങ്കിൽ സാറിന്റെ വീഡിയോ കാണുക. അവഗാഡോസ് ലോ നമ്മൾ 2 രീതിയിൽ പറയാന്ന് പറഞ്ഞിട്ട് സാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ സാധനം ഉണ്ട്, പോയി നോക്കട്ടാ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മള് ഈക്വൽ മോളിക്യൂൾസ്, അതായത് ഞാനിപ്പോ നൈട്രജൻ ഗ്യാസ് എടുത്തു, ഇവിടുത്തെ ഞാൻ ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു. ക്ലിയർ? ഇങ്ങനെ നൈട്രജനും ഹൈഡ്രജനും ഗ്യാസ് ഞാൻ എടുത്തു. ഇങ്ങനെ എടുക്കുമ്പോ ഇതിനകത്ത് നൈട്രജൻ എന്ന് പറയുന്നത് 6.022 × 10⁻23 ഒരു മോൾ ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 6.022 × 10⁻23 ഒരു മോൾ ഉണ്ട്. നമുക്കറിയാം ഹൈഡ്രജൻ ചെറുതും ഹൈഡ്രജനേക്കാൾ ഒരുപാട് വലുതുമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിവിടെ മുന്തിരി എടുത്തു, ഇവിടെ ഓറഞ്ച് എടുത്തു, ആ ഒരു ഡിഫറൻസ് ആണുള്ളത്. എന്നാൽ പോലും ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എത്രയാണ്? ഒരു മോളാണെന്ന് നമ്മൾ പഠിച്ചു. എണ്ണം വെച്ചിട്ടാണ് നമ്മൾ മോള് പറയുന്നത്. ഇത് ഒരു മോൾ. ഓക്കെ, ഇത് എണ്ണി നോക്കാതെ ഇത് കറക്റ്റ് ആയിട്ട് ഒരു മോൾ ഉണ്ടെന്ന് പറയാനായിട്ട് വേറൊരു മാർഗമുണ്ട്. ഇതിന്റെ വോളിയം നോക്കാം. ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ഉണ്ടാവും. ദിസ് ഇസ് എ മാജിക് നമ്പർ, പഠിച്ചു നോക്കുക. ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? 22.4 ലിറ്റർ. ഇത് സാറ് വ്യക്തമായിട്ട് അവഗാഡോസ് ലോയിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അത് അറിയാൻ ആഗ്രഹമുള്ള കുട്ടികള് അവഗാഡോസ് ലോ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം. ഓക്കെ. സോ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ നമ്മുടെ ബേസിക് ഐഡിയ എന്താണ്? ഈക്വൽ നമ്പർ ഓഫ് ഓൾ ഗ്യാസസ്, എല്ലാ ഗ്യാസ്, അത് ഏത് ഗ്യാസും ആയിക്കോട്ടെ, അതിനകത്ത് ഒരേ നമ്പർ ആണെങ്കിൽ അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 atm പ്രഷർ
273 കെൽവിൻ, അതായത് 0 ഡിഗ്രി ടെമ്പറേച്ചർ. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ STP. അപ്പൊ അറ്റ് STP നമ്മൾ എന്ത് പഠിച്ചു നോക്കണം? 22.4 ലിറ്റർ ഉണ്ടാവും. ഓൺലി ദിസ് കണ്ടീഷൻ. നിങ്ങൾ കണ്ടീഷൻ മാറി, പ്രഷർ കൂടി കഴിഞ്ഞാൽ മാറി, വോളിയം വ്യത്യാസം വന്നു. പ്രഷർ കുറച്ചാൽ വോളിയത്തിൽ വ്യത്യാസം വരും, ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയത്തിൽ വ്യത്യാസം വരും. സെയിം ടെമ്പറേച്ചറും പ്രഷറും മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഒരു ATM പ്രഷർ അങ്ങനെയാണ് നടത്തണം, 273 കെൽവിൻ ടെമ്പറേച്ചർ അങ്ങനെയാണ് നടത്തണം. അങ്ങനെ നിർത്തിക്കൊണ്ട് നമ്മൾ 22.4 ലിറ്റർ ഹൈഡ്രജനും 22.4 ലിറ്റർ നൈട്രജനും എടുത്താൽ ഒരു മോൾ ഉണ്ടാവും. അപ്പോൾ ഉദാഹരണമായിട്ട് 22.4 ലിറ്റർ മാത്രം കൊള്ളുന്ന ഒരു കവറിലേക്ക് ഞാൻ ഹൈഡ്രജനെ നിറച്ചു വിചാരിക്കും. നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് എത്ര മോൾ ഉണ്ടാവും? ഹൈഡ്രജൻ 1 മോൾ ഉണ്ടാവും. അത് 1 മോൾ ഉണ്ടാകണമെങ്കിൽ ഞാൻ എടുക്കുന്ന സാഹചര്യം എങ്ങനെയായിരിക്കണം? ഈ സാഹചര്യമായിരിക്കണം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് 1 ATM പ്രഷർ, 273 കെൽവിൻ അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. ക്ലിയർ? അപ്പോ ഈ 22.4 ലിറ്ററിനെ നമ്മൾ എന്താ വിളിക്കുക? ലിറ്റർ ആണ്, വോളിയമാണ്, മോളാർ വോളിയം വിളിക്കും. കാരണം 1 മോളിന്റെ വോളിയം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ വോളിയം. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്. 44.8 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം എത്ര മോൾ ഉണ്ട്? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ പഠിച്ച മോമൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ സാറേ? പറ്റും. സിമ്പിൾ ആണ്, മോമ് മാറ്റണം, അത്രേ ഉള്ളൂ കേട്ടാ. നേരത്തെ നമ്മള് 3 കാര്യങ്ങളാണ് പഠിച്ചു. മാ അല്ലേ, മോൾ, ഓക്കെ, പാ. ഓക്കെ, അതിനകത്ത് ഇവിടെ നമുക്ക് വ്യത്യാസമില്ല. ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. ഇവിടെ ഹരണ, ഇവിടെ ഇൻറ്റു. ഇവിടെ മാസ് അല്ല, വോളിയമാണ്. വി മാം അറിയാം, ഇവിടെ വി ആയി. ഓക്കെ, വി വോളിയം. ഇവിടെ മോം അല്ല, മോളിക്കുലർ വോളിയമാണ്, MV. ഓക്കെ, അപ്പൊ MV എന്ന് പഠിക്കേണ്ട മക്കളെ ഈ നമ്പർ പഠിച്ചു നോക്കാം. 22.4 ലിറ്റർ, 22.4. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, 44.8 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര മോൾ ഉണ്ട്? അപ്പൊ തന്നിരിക്കുന്നത് ഇവിടെ എഴുതി 44.8 ലിറ്റർ, 8 ലിറ്റർ. ഓക്കെ, അതിനെ മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിലൂടെ പോകണം. അപ്പൊ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 22.4 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ വളരെ ഈസിയാണ്. 44.8 ലിറ്റർ ഡിവൈഡ് ബൈ 22.4 ലിറ്റർ, 2 മോൾ. കിട്ടിയോ? ക്ലിയർ? യെസ്. ലാസ്റ്റ് സാർ ഇതിന്റെ എല്ലാ ഇക്വേഷൻസ് ജസ്റ്റ് പറയുന്നതായിരിക്കും, അവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. ഇക്വേഷൻസ് വെച്ചിട്ട് ഇത് ചെയ്യാം. ഇക്വേഷൻസ് വെച്ചാണെങ്കിൽ തന്നിരിക്കുന്ന വോളിയം, ഗീവൻ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം, അതായത് 22.4 ലിറ്റർ. ഇക്വേഷൻ എത്രയുള്ളൂ? മോൾ ഈക്വൽ ടു തന്നിരിക്കുന്ന വോളിയം ഡിവൈഡഡ് ബൈ എപ്പോഴും 22.4 ലിറ്റർ. ക്ലിയർ? അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കൂടെ ഇതാണ് തന്നിരിക്കണമെങ്കിൽ തിരിച്ചു ചെയ്യുമ്പോഴും ഒക്കെ നേരത്തെ പറഞ്ഞ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇത് 2 മോൾ ഉണ്ടല്ലോ, എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 2 ഇൻറ്റു ഇത്, ഇത്രയും പാർട്ടിക്കിൾ. ഇനി പാർട്ടിക്കിൾ ആണ് തന്നെങ്കിൽ എത്ര മോൾ ഉണ്ട്? ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇനി മോളാണ് തന്നെങ്കിൽ എത്ര ലിറ്റർ ഉണ്ട്? എന്താ, ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ 2 മോൾ വന്നിട്ട് എത്ര ലിറ്റർ ഉണ്ടെന്ന് വെച്ച് എന്ത് പറയാം നിങ്ങൾ? ഇവിടെ മോളാണ് തന്നിരിക്കുന്നത്, തിരിച്ച് റിവേഴ്സ് വരണം. അപ്പൊ ഇത് വെച്ച് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 22.4 ലിറ്റർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ, ഈസി. ഓക്കെ, യെസ്. അപ്പോ നമ്മുടെ ഏകദേശം പോർഷൻസിലോട്ടൊക്കെ നമ്മൾ എത്തിയിരിക്കുന്നു അല്ലെ, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലം സെക്ഷൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട് ചെയ്യാനായിട്ട്, അത് സാർ ഡിസ്കസ് ചെയ്യുന്നില്ല, ഒത്തിരി ടൈം ആയി. അപ്പൊ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, നമ്മൾ ആദ്യം കാൻറ്റി മോളിക്ക് തിയറി എടുത്തു, ദെൻ ബോയ്സ് ലോ എടുത്തു. പിന്നത്തെ വീഡിയോ ബോയ്സ് ലോന്റെ ന്യൂമറിക്കൽസ് ആയിരുന്നു, ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. പിന്നെ ചാൾസ് ലോ എടുത്തു, പിന്നത്തെ വീഡിയോ ചാൾസ് ലോന്റെ ന്യൂമറിക്കൽസ് ആയിരുന്നു. പിന്നെ നമ്മൾ അവഗാഡോസ് ലോ എടുത്തു, ഐഡിയൽ ഗ്യാസ് എടുത്തു. പിന്നെ നമ്മൾ അടുത്ത വീഡിയോ അതിന്റെ ന്യൂമറിക്കൽസ് ആയിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയില് മോൾ കൺസെപ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ. അപ്പൊ ഈ വീഡിയോ പ്ലസ് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോൾ തെറ്റില്ല. മോളിന് എന്ത് വെച്ചാലും വരും, മോളിന് എന്ത് വെച്ചാലും വരും കേട്ടാ. മോളിലും ട്രാപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ ആ നെക്സ്റ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോസും ഫ്രീ ആയിട്ട് അറിയാമല്ലോ, പേയ്മെന്റ് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്താലേ കിട്ടുള്ളൂ.
അപ്പോൾ ഇനിയും മെമ്പർഷിപ്പ് എടുക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇന്ന് മുതൽ എല്ലാ ദിവസവും നമ്മുടെ എക്സാം വരെ നിങ്ങൾക്ക് ഫുൾ ട്രെയിനിങ് ആയിരിക്കും, മാത്സും അതുപോലെ തന്നെ കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാൻ മെമ്പറായിട്ട് മെമ്പർഷിപ്പിൽ കിടക്കുന്ന വീഡിയോസും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കാണാം, നമ്മുടെ ഈ വീഡിയോസിൽ കാണാൻ പറ്റും. ഒപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ലൈവിൽ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ലൈവ് എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. അപ്പോൾ ലൈവിൽ വന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. സപ്പോസ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ ലൈവിലെങ്കിലും വന്നത് കാണുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്തെങ്കിലും ഒരു പ്രയോജനം എപ്പോഴെങ്കിലും തോന്നിയതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമന്റ്. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടിയിട്ട കമന്റ് ആണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തേക്കണായിരുന്നു, കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട്. പക്ഷെ ഇനിയുള്ള എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും, മാത്സും കെമിസ്ട്രി ഉണ്ടാവും. അപ്പോൾ ഫുൾ സപ്പോർട്ട് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വന്ന് കാണുക, നോട്ട് എഴുതുക, പഠിക്കുക. ഇതിന്റെ നോട്ട്സും നമ്മൾ ഇതിന്റെ താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇക്വേഷൻസും പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ചെറിയൊരു ടോപ്പിക്കാണ് ഇതുവരെയും ഡിസ്കസ് ചെയ്യുക. അതിന്റെ പിന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ലെറ്റസ് അസസ് ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ ന്യൂമറിക്കൽസ് ആയിരിക്കും അതിനുശേഷം. അപ്പോൾ ഇനി ഒരു 3 വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. 3 ദിവസം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. ബാക്കി വരുന്ന 3 ചാപ്റ്റർ ഈസി ആയിട്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിന് മുന്നേ തന്നെ ഫിനിഷ് ചെയ്യും. അതിനോടൊപ്പം തന്നെ മാത്സിന്റെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. താങ്ക് യു. കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.